ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ യഹോവയിൽ നിന്ന് വരുന്നു. യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്കൊന്നിനും മുട്ടുണ്ടാകത്തില്ല. പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടുവാൻ കർത്താവ് എനിക്ക് അധികാരം തന്നിരിക്കുന്നു. ഒന്നും ഒരിക്കലും ഒരു ദോഷവും എനിക്ക് വരുത്തതില്ല. ഭൂലോകത്തിൻ്റെ അറ്റത്തോളം പോയി സകല സൃഷ്ടിയോടും സുവിശേഷം പ്രസംഗിപ്പാനും രോഗികളെ ഇന്ന് സൗഖ്യമാക്കുവാനും ഭൂതങ്ങളെ പുറത്താക്കുവാനും അത്ഭുതങ്ങളും അടയാളങ്ങളും എന്നിലൂടെ വരുവാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. എന്നോട് ഏറ്റു പറഞ്ഞവരെല്ലാവരും ആമേൻ പറഞ്ഞാട്ടെ. കർത്താവ് നമ്മളെ സഹായിക്കുമാറാകട്ടെ. ദൈവം നമ്മളെ സകലത്തിലും സൂക്ഷിക്കുന്നല്ലോ. ദൈവം നമ്മളെ സകലത്തിലും അനുഗ്രഹമാക്കി മാറ്റുന്നല്ലോ. ഇന്ന് എത്ര പേര് വിശ്വസിക്കുന്നു കർത്താവ് എൻ്റെ ജീവിതത്തിൽ അത്ഭുതം ചെയ്യുന്നു? അവർ മാത്രം ആമേൻ പറഞ്ഞേ. ആമേൻ. തീർച്ചയായും ഇന്ന് കർത്താവിന്റെ കൃപയാൽ എല്ലാവരും വചനമാകുന്ന മരുന്ന് ഭക്ഷിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്ക് ഒരുമിച്ച് ഇന്ന് പ്രാർത്ഥനയോടെ തന്നെ കർത്താവിന്റെ തിരുസന്നിധിയിൽ ഇന്ന് മുന്നോട്ട് പോകാം. എത്ര പേര് വിശ്വസിക്കുന്നു യേശു എനിക്ക് വേണ്ടി അത്ഭുതം ചെയ്യുന്നവർ മാത്രം ആമേൻ പറഞ്ഞേ. നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ കേട്ട വചനങ്ങൾ ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? നമ്മൾ എന്തിനെ പറ്റിയാണ് ചിന്തിച്ചു വരുന്നത്? ഏത് വിഷയമാണ് നമ്മൾ ഈ ദിവസങ്ങളിൽ കേൾക്കുന്ന വചനം ഉറക്കെ പ്രസ്താവിക്കുക. കേൾക്കുന്നത് ഉറക്കെ പ്രസ്താവിക്കുക. ഏത് വാക്യമായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മൾ ഇന്നലെ കേട്ടെന്ന് ആരെങ്കിലും ഓർക്കുന്നുണ്ടോ? ഏത് വാക്യമായിട്ട് ബന്ധപ്പെട്ട? 2 Corinthians 5:7. ആമേൻ. അത് നമ്മൾ ഇന്നലെ കേട്ടതുപോലെ തന്നെ ഞാൻ വിശ്വാസത്തിന്റെ ആത്മാവ് എനിക്കുള്ളത് കൊണ്ട് ഞാനും വിശ്വസിക്കുന്നു, അതുകൊണ്ട് ഞാൻ സംസാരിക്കുന്നു എന്ന് നമ്മൾ ഇന്നലെ കേൾക്കാൻ ഇടയായി തീർന്നല്ലേ. അപ്പം നമുക്ക് വിശ്വാസത്തിൻ്റെ ആത്മാവുണ്ട്, വിശ്വാസം തരുന്ന ഒരു ആത്മാവുണ്ട്. വിശ്വാസം തരുന്ന ആത്മാവിനാൽ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? വിശ്വസിക്കുന്ന കാര്യങ്ങളെ സംസാരിക്കുവാൻ കഴിയും, അല്ലേ? എത്ര പേര് വിശ്വസിക്കുന്നു ഞാൻ സംസാരിക്കുന്ന കാര്യങ്ങൾ എൻ്റെ മുമ്പിൽ നടക്കുമെന്ന്? ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. അങ്ങനെയെങ്കിൽ നമുക്കിന്ന് കർത്താവിൻ്റെ തിരുസന്നിധിയിൽ മുന്നോട്ട് പോകാൻ. ഈ ദിവസങ്ങളിലൊക്കെയും നമ്മൾ കേട്ടുകൊണ്ട് വരുന്ന വചനങ്ങൾ എത്ര പേർക്ക് ഇന്ന് വചനമാകുന്ന മരുന്ന് ഭക്ഷിച്ച് മാറ്റങ്ങൾ കാണാൻ പറ്റുന്ന ആരെങ്കിലും ഉണ്ടോ? ഇന്ന് വചനം ഭക്ഷിച്ചിട്ട് എനിക്ക് മാറ്റങ്ങൾ കാണാൻ പറ്റുന്ന പറയുന്ന ആരെങ്കിലും ഉണ്ടോ? എത്ര പേര് മരുന്ന് ഭക്ഷിക്കുന്നുണ്ട്? പറഞ്ഞു. വ്യത്യാസങ്ങളുള്ളവരോ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം. എനിക്ക് ആ വചനം പറഞ്ഞ നിമിത്തം എന്തെങ്കിലും വ്യത്യാസം ഉണ്ടായെങ്കിൽ നിങ്ങൾക്ക് പറയാം. ഉണ്ടായിക്കഴിഞ്ഞവരല്ല, സാക്ഷി നമ്മൾ കേട്ടു. ഓരോ ദിവസവും ഞാൻ ചോദിക്കുന്ന കാര്യം, ഓരോ ദിവസവും നിങ്ങളിൽ ഉണ്ടാകുന്ന വ്യത്യാസങ്ങളാണ് കർത്താവ് നമ്മുടെ ഇടയിൽ ചെയ്യുന്ന കാര്യങ്ങൾ. ഓരോ ദിവസവും വചനം പറയുമ്പോൾ ആ വചനത്തിൻ്റെ അകത്തുള്ള സകല അനുഗ്രഹങ്ങളും നമ്മുടെ മേൽ വരുവാൻ ഇടയായിത്തീരും. നാം എത്ര പേര് വിശ്വസിക്കുന്നു കർത്താവ് ഇന്നും എനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു? അവർ മാത്രം വീണ്ടും ആമേൻ പറയും. ഇന്നും കർത്താവ് എനിക്ക് വേണ്ടി പ്രവർത്തിക്കും. ആമേൻ. ഇന്ന് എനിക്ക് വേണ്ടി പ്രവർത്തിക്കും. നാളെയല്ല, ഞാൻ എപ്പോഴും പറയുന്നുണ്ട്, നമ്മൾ നാളത്തെ നന്മ നോക്കി നടക്കുന്നവരല്ല. ഇന്ന്, ഈ നിമിഷം, ഈ സമയം കർത്താവ് എനിക്ക് വേണ്ടി പ്രവർത്തിക്കും. കർത്താവിൻ്റെ വചനം കേൾക്കുമ്പോൾ, ദൈവത്തിൻ്റെ വചനം എപ്പോഴാണോ നിങ്ങൾ കേൾക്കുന്നത്, ഈ സമയമാണ് നിങ്ങളുടെ സമയം. നമ്മളെപ്പോഴും പറഞ്ഞ പോലെ പ്രാർത്ഥനയുടെ സമയമാണിത്. ആമേൻ. നമ്മൾ ഇന്ന് കേൾക്കാൻ പോകുന്നത് ആത്മീക അന്തരീക്ഷം അല്ലെങ്കിൽ അത്ഭുതത്തിൻ്റെ അന്തരീക്ഷം നമ്മുടെ വീടിൻ്റെ അകത്ത്, നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ചുറ്റുവട്ടത്തിൽ, നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത് എങ്ങനെയാണ് ദൈവത്തിലുള്ള അത്ഭുതത്തിൻ്റെ അന്തരീക്ഷത്തെ സൃഷ്ടിക്കുവാൻ കഴിയുന്നത്? എത്രയൊരു ആഗ്രഹമുണ്ട് ഞാൻ ആയിരിക്കുന്ന സ്ഥലത്ത്, എൻ്റെ വീട്ടിൽ, എൻ്റെ ഓഫീസിൽ, ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിലൊക്കെയും എനിക്കൊരു അത്ഭുതത്തിൻ്റെ അന്തരീക്ഷം ഉണ്ടാകണമെന്ന് അങ്ങനെയെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഈ വചനങ്ങൾ അനുഗ്രഹമായി തീരുവാൻ ഇടയായിത്തീരും. ഈ കർത്താവിൻ്റെ വചനം നമ്മൾ വായിക്കുന്ന സമയത്ത് എപ്പോഴും നിങ്ങൾ കേൾക്കേണ്ട ഒരു കാര്യം എന്നാന്ന് ചോദിച്ചാൽ, ദൈവത്തിൻ്റെ വചനം, കർത്താവിൻ്റെ വചനം നമ്മൾ കേൾക്കുന്ന സമയത്ത് ഈ വചനത്തിൽ എന്തു പറയുന്നു അതെപ്പോഴും നമ്മളോട് ദൈവം ഇടപെടുന്നതാണ്. എൻ്റെ കൂടെ പറഞ്ഞ കർത്താവിൻ്റെ വചനം എന്നോട് ദൈവം ഇടപെടുന്നതെന്ന് പറഞ്ഞു. കർത്താവിന്റെ വചനം എന്നോട് ദൈവം ഇടപെടുന്നതാണ്.
ആമേൻ. അപ്പൊ കർത്താവിന്റെ വചനം എന്നോട് ഇടപെടുന്നു എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങളൊരു കാര്യം ഉറപ്പിച്ചോണം. ഈ വചനം കേൾക്കുന്ന സമയത്ത്, കർത്താവിന്റെ വചനം കേൾക്കുന്ന ഓരോ വ്യക്തികളോട് ഞാൻ പറയുന്നു, ഈ വചനം നിങ്ങളുടെ ജീവിതത്തിൽ പ്രവൃത്തി തലത്തിലേക്ക് വരും. ഇവിടെ യേശു കർത്താവ് പറഞ്ഞ ചില വാക്യങ്ങൾ, ചില വചനങ്ങൾ ഒന്ന് കേൾക്കാം. അതിനുശേഷം നമുക്ക് കർത്താവിലേക്ക് ഈ വചനം ചിന്തിക്കാം. നമുക്ക് പരിചിതമായ വാക്യമാണ്. ഒരു പള്ളിപ്രമാണിയുടെ മകൾ മരിച്ച, എപ്പോഴും നമ്മൾ പറയുന്ന വചനങ്ങളാണ്. ഇവിടെ ഈ കർത്താവ് എങ്ങനെയാണ് നമ്മുടെ വീടിൻ്റെ അകത്ത് നമ്മൾ ഒരു ഗസ്റ്റ് വരുമ്പോൾ, ഒരു ഗസ്റ്റ് നിങ്ങൾക്ക് വരുവാണ്, നിങ്ങൾക്ക് വളരെ വേണ്ടപ്പെട്ട ഒരു ഗസ്റ്റ് വരുമ്പോൾ നിങ്ങൾ വീട് വേഗത്തിൽ എന്ത് ചെയ്യും? പെട്ടെന്ന് എന്ത് ചെയ്യും? നിങ്ങൾ വീടെല്ലാം അവിടെ വീടെല്ലാം ഓർഡർ വൃത്തിയാക്കി നമ്മൾ വൃത്തിയാക്കി വീടെല്ലാം നന്നായിട്ട് നമ്മൾ അറേഞ്ച് ചെയ്യും. എന്തിനാ അറേഞ്ച് ചെയ്യുന്ന ചോദിച്ചു കഴിഞ്ഞാൽ, ആ വരുന്ന ഗസ്റ്റിന് നമ്മുടെ വീട്ടിലോട്ട് കയറുമ്പോൾ അയാൾക്കൊരു ബുദ്ധിമുട്ട് തോന്നാതിരിക്കാൻ നമ്മളൊരു അന്തരീക്ഷത്തിൻ്റെ അകത്തൊരു ചേഞ്ച് വരുത്തും. അതുവരെ നമ്മുടെ വീടിൻ്റെ അന്തരീക്ഷം എന്ന് പറഞ്ഞാൽ ചിലപ്പം അതും ഇതുമൊക്കെ ഇങ്ങനെ ചേതറി കിടക്കുന്നു, ഓർഡർ ഇല്ലാതെ കിടക്കുന്നു, ചിലപ്പോൾ അടുക്കി പെറുക്കാൻ സമയമില്ലാതെ നമ്മൾ പലപ്പോഴും ആയിരിക്കുന്നു. പക്ഷെ ഒരു ഗസ്റ്റ് വരുമ്പോൾ നമ്മളതെല്ലാം വേഗത്തിൽ എന്ത് ചെയ്യുന്നു? റെഡിയാക്കുന്നു. ഇതേപോലെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ദൈവപ്രവൃത്തി ഉണ്ടാകണമെങ്കിൽ, നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ, ദൈവപ്രവൃത്തി നടക്കുവാൻ തക്കതായ ഒരു അന്തരീക്ഷത്തെ നമ്മൾ സൃഷ്ടിക്കണം. ഞാൻ വീണ്ടും പറയുന്നു, ദൈവപ്രവൃത്തിയുടെ ഒരു അന്തരീക്ഷത്തെ നമ്മുടെ വീടിൻ്റെ അകത്ത് നമ്മൾ ഉണ്ടാക്കണം. അപ്പോൾ എങ്ങനെയാണ് ബ്രദറെ എൻ്റെ ജീവിതത്തിൻ്റെ അകത്ത് കർത്താവിലുള്ള അല്ലെങ്കിൽ ദൈവപ്രവൃത്തി ഉണ്ടാകുന്ന ഒരു അന്തരീക്ഷത്തെ ഞാൻ ഉണ്ടാക്കുന്നതെന്ന് നിങ്ങൾക്കൊരു സംശയം വന്നില്ലേ? എങ്ങനെ എനിക്ക് ആ അന്തരീക്ഷത്തെ ഉണ്ടാക്കുവാൻ കഴിയും എന്നൊരു സംശയം നിങ്ങൾക്കുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു തരാം. ഇവിടെ ശ്രദ്ധിച്ചോണം. മർക്കോസ് ലീഹയുടെ സുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ 36-ാം വാക്യത്തിൽ ഇങ്ങനെ പറഞ്ഞു, യേശു ആ വാക്ക് കാര്യമാക്കാതെ പള്ളിപ്രമാണിയോട് ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക എന്ന് പറഞ്ഞു. പത്രോസും യാക്കോബിൻ്റെ സഹോദരനായ യോഹന്നാനും അല്ലാതെ മറ്റു തന്നോട് കൂടെ ചെല്ലുവാൻ സമ്മതിച്ചില്ല. പള്ളിപ്രമാണിയുടെ വന്നാരെ ആരവത്തെയും വളരെ കരഞ്ഞു വിലപിക്കുന്നവരെയും കണ്ടു. അകത്ത് കടന്നു, നിങ്ങളുടെ ആരവാരവും കരച്ചിലും എന്തിന്? നിങ്ങൾക്ക് എത്ര പേർക്ക് ആ വചനത്തിൽ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് കാണാൻ പറ്റുന്നുണ്ട്? നിങ്ങളുടെ ബൈബിളിൽ അങ്ങനെയുണ്ട് ഒരു ക്വസ്റ്റ്യൻ മാർക്ക്? ഞാനിപ്പോൾ അത് മാർക്ക് ചെയ്തിട്ടുണ്ട്, കാണാൻ പറ്റുന്നുണ്ടോ? ഉണ്ട്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചോണം. ഒരു മരണ വീട്ടിലെ അന്തരീക്ഷവും ഒരു കല്യാണ വീട്ടിലെ അന്തരീക്ഷവും തമ്മിൽ വ്യത്യാസം ഉണ്ടോ ഇല്ലയോ? നമ്മളൊരു മരണ വീട്ടിൽ ചെല്ലുന്ന സമയത്ത് നമുക്ക് അവിടെ കാണാൻ പറ്റും, അവിടുത്തെ അന്തരീക്ഷം എപ്പോഴും നിലവിളിയുടെയും കണ്ണുനീരിൻ്റെയും പ്രയാസത്തിൻ്റെയും ഭയങ്കരമാകുന്നൊരു ദുഃഖം താളം കെട്ടി നിൽക്കുന്ന ഒരു അന്തരീക്ഷം. അവിടെ ആരും ചിരിക്കത്തില്ല, അവിടെ ആരും എന്ത് ചെയ്യത്തില്ല, വല്ലാത്തൊരു മൂകതയുടെ അന്തരീക്ഷമായിരിക്കും. ഞാൻ വീണ്ടും പറയുന്നു, അന്തരീക്ഷം അങ്ങനെ ആയിരിക്കും. എന്നാൽ യേശു ആ ഭവനത്തിലേക്ക് വരുന്ന സമയത്ത് ആ കുഞ്ഞ് മരിച്ചിരിക്കുന്ന സമയത്ത് അവിടെ ആരവാരമുണ്ട്. ആരവാരം എന്നൊക്കെ പറഞ്ഞാൽ അവർ നിലവിളിച്ച് ഭയങ്കര കരയുക. ഇങ്ങനെ കരഞ്ഞിട്ട്, കൊച്ചു മരിച്ചത് ഇങ്ങനെ കരഞ്ഞ് നിലവിളിക്കുന്ന സമയത്ത് യേശു വന്നിട്ട് ആളുകൾ കേൾക്കെ, മനസ്സിലല്ല പറയുന്നത്, ആളുകൾ കേൾക്കെ യേശു പറയുകയാണ്, കുട്ടി മരിച്ചിട്ടില്ല, ഉറങ്ങുകയാണ്. ഒന്നുകൂടെ ഞാൻ പറയാം, കുഞ്ഞ് മരിച്ചിട്ടില്ല, ഉറങ്ങുകയത്രേ എന്ന് കർത്താവ് പറഞ്ഞു. അപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, അവിടുത്തെ അന്തരീക്ഷം മരണത്തിൻ്റെ അന്തരീക്ഷമാണ്. ഇപ്പം ഒരു വീട്ടിൽ എല്ലാവരും കിടന്ന് ഉറങ്ങുന്നതും ആ വീട്ടിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാൾ മരിക്കുന്നതും, ആ രണ്ട് വീടും തമ്മിലുള്ള വ്യത്യാസം എന്തായിരിക്കും? മരിച്ച വീട്ടിലാണെങ്കിൽ ആരവാരവും കണ്ണുനീരും പ്രയാസവും ആളുകളും റീത്തും ബഹളവും ഒക്കെ ആയിരിക്കും. പക്ഷേ ഉറങ്ങുന്നൊരു വീട്ടിൽ ആരും കാണത്തില്ല, വീട്ടുകാർ മാത്രമേ കാണത്തുള്ളൂ. അങ്ങനെയല്ലേ? കർത്താവ് എന്ത് ചെയ്യുന്നു ചോദിച്ചു കഴിഞ്ഞാൽ 40-ാം വാക്യത്തിൽ പറഞ്ഞവൻ എല്ലാവരെയും പുറത്താക്കി, കുട്ടിയുടെ അപ്പനെയും അമ്മയെയും തന്നോട് കൂടെയുള്ളവരെയും കൂട്ടിക്കൊണ്ട് കുട്ടി കിടക്കുന്ന ഇടത്ത് ചെന്നു കുട്ടിയുടെ കൈക്ക് പിടിച്ചു. ശ്രദ്ധിച്ചോണം, നമ്മുടെ വീടിൻ്റെ അകത്ത്, നമ്മുടെ ജീവിതത്തിൻ്റെ അകത്ത് നമ്മൾ തന്നെ അത്ഭുതത്തെ നടക്കുവാൻ, സൃഷ്ടിക്കുവാൻ ആദ്യം ചെയ്യേണ്ടത്, നിങ്ങൾ അത്ഭുതത്തിൻ്റെ ഒരു അന്തരീക്ഷത്തിലേക്ക് നിങ്ങൾ ഉണ്ടാകണം. അപ്പം എന്താണ് അത്ഭുതത്തിൻ്റെ അന്തരീക്ഷത്തെ നമ്മൾ ഉണ്ടാക്കുവാൻ നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ, തുടക്കത്തിൽ നിങ്ങൾ ആ വാക്യമുണ്ട്, നമ്മൾ കേട്ടിട്ടുള്ളതും വായിച്ചിട്ടുള്ളതുമായ വാക്യമാണ്. ആ വീട്ടിലെ പിതാവിനോട് തൻ്റെ മകൾ മരിച്ചുപോയി എന്നൊരു വാർത്ത, 35-ാമത്തെ വാക്യം ഞാൻ അവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പള്ളിപ്രമാണിയുടെ വീട്ടിൽ നിന്നും ആൾ വന്ന്, നിന്റെ മകൾ മരിച്ചുപോയി, ഗുരുവിനെ ഇനി അസഖ്യപ്പെടുത്തണ്ട എന്ന് പറഞ്ഞു. അടുത്ത വാക്യത്തിൽ പറയുന്നു, യേശു ആ വാക്ക്
കാര്യമാക്കിയില്ല, വിശ്വസിക്കുക മാത്രം ചെയ്യുക എന്ന് പറഞ്ഞു. എൻ്റെ കൂടെ പറഞ്ഞാട്ടെ, യേശു ആ വാക്ക് മൈൻഡ് ചെയ്തില്ലെന്ന് പറ. യേശു ആ വാക്ക് മൈൻഡ് ചെയ്തില്ല. യേശു ആ വാക്ക് മൈൻഡ് ചെയ്തില്ല. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ യേശു എന്തുകൊണ്ടാണ് ആ വാക്ക് മൈൻഡ് ചെയ്യാഞ്ഞത്? യേശു എന്തുകൊണ്ടാണ് വാക്ക് ആ വചനം എന്തുകൊണ്ടാണ് എടുത്തെഴുതി വെച്ചിരിക്കുന്നത്? യേശു ആ വാക്ക് കാര്യമാക്കിയില്ല. എൻ്റെ അർത്ഥം മൈൻഡ് ചെയ്തില്ല. ഞാൻ ചോദിച്ചോട്ടെ, ഒരു മരണ വിവരം ആർക്കെങ്കിലും തിരസ്കരിക്കാൻ പറ്റും, പക്ഷെ യേശു ആ വാക്കിനെ മൈൻഡ് ചെയ്യുക എന്നതിന് യഥാർത്ഥ അർത്ഥം യേശു ആ വാക്കിനെ അക്സെപ്റ്റ് ചെയ്തില്ല. യേശു ആ വാക്കിനെ സ്വീകരിച്ചില്ല. യേശു ആ വാക്കിനെ കൈക്കൊള്ളുവാൻ തയ്യാറായില്ല. തിരിച്ചു പറഞ്ഞു, ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക. ശ്രദ്ധിച്ചോണം, നമ്മൾ ആദ്യം അത്ഭുതത്തിൻ്റെ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങളിപ്പോൾ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ, നിങ്ങൾക്ക് മുമ്പിൽ നിൽക്കുന്ന വെല്ലുവിളികളെ നിങ്ങൾ അതിനെ മൈൻഡ് ചെയ്യരുത്. അപ്പം എങ്ങനെയാണ് ബ്രദറെ ഈ മൈൻഡ് ചെയ്യാതിരിക്കുന്ന അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ, ഓ ഇനി എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെയാണ്, എൻ്റെ അർത്ഥം ഞാൻ അതിനെ അക്സെപ്റ്റ് ചെയ്തു. ആമേൻ, ഞാൻ അതിനെ അക്സെപ്റ്റ് ചെയ്തു. ഇപ്പം നിങ്ങളിപ്പം ഞാൻ നിങ്ങളുടെ വീട്ടിലോട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ വാതിൽ തുറന്ന് എന്നെ എന്ത് ചെയ്തു? വീട്ടിലോട്ട് സ്വീകരിക്കുന്നു. എന്നെ സ്വീകരിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഞാൻ ആ വീട്ടിൽ പ്രവേശിച്ചിരിക്കുന്നു, നിങ്ങൾ എന്നെ അംഗീകരിച്ചിരിക്കുന്നു. പകരം ഞാൻ ആ വാതിൽക്കൽ നിൽക്കുമ്പോൾ നിങ്ങളെ ഞാൻ കണ്ടു ഹായ് പറഞ്ഞു, നിങ്ങൾ എന്നെ വാതിൽ എൻ്റെ മുമ്പിൽ അടച്ചു, എന്നെ സ്വീകരിച്ചില്ല, എന്നെ വീടിൻ്റെ അകത്തോട്ട് കയറ്റിയില്ല. ഞാൻ അവിടെ തന്നെ നിൽപ്പുണ്ട്, പക്ഷെ എന്നെ സ്വീകരിക്കുന്നില്ല. എന്ത് ചെയ്യുന്നില്ല? നിങ്ങൾ എന്നെ അകത്തോട്ട് പ്രവേശിപ്പിക്കുന്നില്ല. ശ്രദ്ധിച്ചോണം, നമ്മുടെ വിഷയങ്ങളെ നമ്മൾ അകത്തോട്ട് കയറ്റരുത്. ഞാൻ വീണ്ടും പറയും, നമുക്ക് വിഷയമില്ലെന്നല്ല പറഞ്ഞത്. ആ വിഷയത്തെ നിങ്ങൾ അകത്തോട്ട് കയറ്റുക എന്ന് പറഞ്ഞാൽ, ഇതാണ് എൻ്റെ ജീവിതം, ഇങ്ങനെയാണ് എൻ്റെ ജീവിതം മുന്നോട്ട് പോകത്തുള്ളൂ, ഇനി ഇതാണ് എൻ്റെ അവസ്ഥ, ഇതിൽ നിന്ന് എനിക്കൊരു നീക്കുപോക്കില്ല എന്ന് എന്ത് ചെയ്യരുത്? ആ വാക്കിനെ അല്ലെങ്കിൽ ആ വിഷയത്തെ ഏറ്റെടുക്കരുത്. പകരം അതിന് ഓപ്പോസിറ്റായിട്ടുള്ള കാര്യം യേശു പറയുകയാണ്, ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക. അപ്പം മരണം എന്നുള്ള വാർത്ത കേട്ട വ്യക്തിയോട് യേശു വിശ്വസിക്കുക മാത്രം ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്തായിരിക്കും? മരിച്ചൊരു വീട്ടിൽ ചെന്നിട്ട് യേശു പറയുക വിശ്വസിക്കുക മാത്രം ചെയ്യുന്നതിൻ്റെ അർത്ഥം എന്തായിരിക്കും? മകൾ മരിച്ചെന്ന് വിശ്വസിക്കണോ? അല്ല, ദൈവം അത്ഭുതം പ്രവർത്തിക്കാനായിട്ട് പോകുന്നു എന്നുള്ളൊരു തെളിവായിട്ട് എടുക്കാം. കുറച്ചും കൂടെ പറഞ്ഞാൽ, മരിച്ച വാർത്ത വിശ്വസിച്ചിരിക്കുന്ന അപ്പനോട് യേശു പറയുക വിശ്വസിക്കുക മാത്രം ചെയ്ത്. അപ്പോൾ ഓൾറെഡി അപ്പൻ എന്ത് ചെയ്തു? മരിച്ചു എന്ന് വിശ്വസിച്ചു. അങ്ങനെയെങ്കിൽ യേശു പറയുകയാണ് വിശ്വസിക്കുക എന്നതിൻ്റെ അർത്ഥം, അതിൻ്റെ അർത്ഥം എന്തുമായിരിക്കും? നിങ്ങൾ നെഗറ്റീവായിട്ട് ചിന്തിക്കേണ്ട, പോസിറ്റീവായി ചിന്തിക്കുക എന്നുള്ളതാണ്. ഒറ്റ വാക്കിൽ ഇത്രയേ ഉള്ളൂ. മരിച്ചു എന്ന വാർത്ത വിശ്വസിച്ച് ഭയപ്പെട്ട് സങ്കടപ്പെട്ടിരിക്കുന്ന പിതാവിനോട് യേശു പറയുന്നു വിശ്വസിക്കുക. എന്താ വിശ്വസിക്കേണ്ടത്? ജീവൻ. അതാണ് ഉത്തരം. ജീവൻ. മരണത്തിന്റെ ഓപ്പോസിറ്റ് ജീവൻ നൽകുന്ന കർത്താവാണ്. മരണത്തിന്റെ ഓപ്പോസിറ്റ് എന്തുവാ? ജീവൻ നൽകുന്ന കർത്താവ്. ഇത്രയേ ഉള്ളൂ. മരണത്തിന്റെ ഓപ്പോസിറ്റ് ജീവൻ. നിന്റെ മകൾ മരിച്ചു, ഇത് കേട്ട് വിശ്വസിച്ച്, അതായത് ഒരാൾ ചുമ്മാ ഏപ്രിൽ ഫൂളിന് വന്ന് പറഞ്ഞതല്ല, പറ്റിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. ആ വീട്ടിലെ ബാല്യക്കാരൻ വന്നിട്ട് പറഞ്ഞു, നീ ഗുരുവിനെ അസഖ്യപ്പെടുത്തേണ്ട, നിന്റെ മകൾ മരിച്ചു. അയാൾക്ക് അത് വിശ്വസിച്ചേ പറ്റത്തുള്ളൂ. കാര്യം വഴിപോക്കനല്ല പറഞ്ഞേക്കുന്നത്, വീട്ടിലെ ആളാ. അയാൾ അത് വിശ്വസിച്ചിരിക്കുമ്പോൾ യേശു പറയുക വിശ്വസിക്കുക മാത്രം ചെയ്ത. ഉടനെ ഒരു സംശയം, ഞാൻ മരിച്ചെന്ന് വിശ്വസിക്കണോ ജീവിക്കൂ എന്ന് വിശ്വസിക്കണോ? ഇത് രണ്ടിൻ്റെ ഇടയിൽ നിൽക്കുന്ന ആ ഒരു പിതാവിനോട് യേശു പറയുകയാണ് വിശ്വസിക്കുക മാത്രം ചെയ്യുക. അതിൻ്റെ അർത്ഥം നിന്റെ വിഷയത്തിൻ്റെ ഓപ്പോസിറ്റേ നീ എന്ത് ചെയ്യാവുള്ളൂ? വിശ്വസിക്കാവുള്ളൂ. ഇനി വിശ്വസിച്ചു എന്ന് ചിരിക്കട്ടെ, അയാളത് പറയും ഞാൻ യേശു ജീവിക്കും എന്ന് വിശ്വസിക്കുക തന്നെ ചെയ്യും എന്ന് അദ്ദേഹം പറയും, ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞിട്ട് യേശു ആ മനുഷ്യനെയും കൂട്ടിക്കൊണ്ട് എന്ത് ചെയ്ത്, പത്രോസും യോഹന്നാനും കൂടെയുണ്ട്, പള്ളിപ്രമാണിയുടെ വീട്ടിലേക്ക് വന്നാരെ ആരവാരത്തെ വളരെ കരഞ്ഞ് വിലപിക്കുന്നവരെയും കണ്ടു. അകത്ത് കടന്നു. നിങ്ങളുടെ ആരവാരവും കരച്ചിലും എന്തിന്?
നമ്മളോട് തന്നെ പറയണം, ഞാൻ ദുഃഖിക്കേണ്ട ആവശ്യമില്ല, യേശു എനിക്ക് വേണ്ടി അത്ഭുതം ചെയ്യും. ഇവിടെ യേശു കരയുന്നവരോട് പറയുക. ബാല മരിച്ച വിവരം അറിഞ്ഞും കേട്ടും അറിയാവുന്നവരും ബന്ധുക്കാരും സ്വന്തക്കാരും കൂട്ടുകാരും ഇവരെല്ലാം വന്നിരിക്കുക. ഇവരെല്ലാം വന്നിരിക്കുമ്പോൾ ഇവരെല്ലാം നോക്കിയിട്ട് യേശു പറയുകയാണ്, നിങ്ങൾ എന്തിന് കരയുന്നു? നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഒരു വലിയൊരു മരണ വീട്ടിൽ വന്നിട്ട് നിങ്ങൾ ഒന്ന് ഇമാജിൻ ചെയ്തേ, യേശു വന്നിട്ട് എല്ലാവരും കരയുന്നോട് പറയതേ ആ കൊച്ചു മരിച്ചിട്ടില്ല കേട്ടോ, അത് ഉറങ്ങുക എന്ന് പറഞ്ഞാൽ ഇത് വിഡ്ഢിത്തരമാണോ? നിങ്ങളുടെ നാട്ടിൽ ഇങ്ങനെ ഒരാൾ, യേശുവല്ല ഒരാൾ വന്ന് പറഞ്ഞാൽ നിങ്ങൾ ആ വ്യക്തിയെ കൈകാര്യം ചെയ്യുന്നത് എങ്ങനെയായിരിക്കും? ആ വ്യക്തിയോട് നിങ്ങൾ എങ്ങനെ പെരുമാറും? നിങ്ങൾ പറ, എങ്ങനെ പെരുമാറും? ദേഷ്യത്തോടെ പെരുമാറും. ദേഷ്യത്തോടെ പെരുമാറുമോ? ആമേൻ. ഇവിടെ യേശു ശ്രദ്ധിച്ച് നിങ്ങൾ നോക്കിയാൽ മതി. എന്തിനാണ് കർത്താവ് ഈ വചനമൊക്കെ എഴുതി വെച്ചിരിക്കുന്നത് വെച്ചാൽ, നമ്മുടെ വിഷയത്തെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്ന നിമിഷം മുതൽ ആ വിഷയം എൻ്റേതായി മാറും. എൻ്റേതായി മാറും. എന്നാൽ ഞാൻ അതിനെ എൻ്റെ മുമ്പിൽ നിൽക്കുമ്പോഴും ഞാൻ പറയുകയാണ്, ഇല്ല, ഇതിൻ്റെ ഓപ്പോസിറ്റ് എന്താണോ, മനസ്സിലാകുന്നുണ്ടോ? ഇതിൻ്റെ ഓപ്പോസിറ്റ് എന്താണോ അതാണ് ദൈവം എനിക്ക് ചെയ്യുവാൻ പോകുന്നത്. ഒന്ന്, ഞാൻ വിശ്വസിക്കുന്നു. രണ്ട്, യേശു ഒരു നാണക്കേടും വിചാരിച്ചില്ല. ഒന്നാലോചിച്ച് നോക്കി, അത്രയും ആൾക്കാർ കൂടി നിൽക്കുമ്പോൾ യേശു എന്തുകൊണ്ടാണ് ഒരു നാണക്കേടും കൂടാതെ ഈ ബാല മരിച്ചിട്ടില്ല, അത് ഉറങ്ങുവാന്ന് പറയാൻ കാരണം? യേശുവിനറിയാം വിശ്വാസം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ കയ്യിലിരിക്കുന്ന കാര്യമാണ്. മനസ്സിലായോ? ദൈവം ചെയ്യും എന്നുള്ളത് നമ്മൾ ഒരു മടിയും കൂടാതെ പ്രഖ്യാപിക്കണം. ഉറക്കെ നമ്മൾ പറയണം, ദൈവം എന്താണോ എൻ്റെ ജീവിതത്തിൽ ചെയ്യുവാൻ പോകുന്നത്. നമ്മൾ പലപ്പോഴും പ്രാർത്ഥനാ വിഷയങ്ങളൊക്കെ ഇങ്ങനെ ടൈപ്പ് ചെയ്ത് എനിക്ക് വന്ന് ഒരു 10 പ്രാവശ്യമൊക്കെ ഒരേ പ്രാർത്ഥനാ വിഷയം അയക്കുന്നവരെ എനിക്കറിയാം, വോയിസ് റെക്കോർഡായിട്ട് 10 പ്രാവശ്യമൊക്കെ ചുമ്മാ അങ്ങ് അയക്കും. അപ്പോൾ ഞാൻ തിരിച്ചയക്കും, സിസ്റ്ററെ പ്രാർത്ഥിക്കുന്നുണ്ട്. പലരും ചോദിക്കാറുണ്ട്, ബ്രദർ എന്തുകൊണ്ടാണ് ഈ ലൈവിൽ സൂം പ്രയറിലൊക്കെ നമ്മൾ പ്രാർത്ഥന റിക്വസ്റ്റുകൾ പണ്ട് നമ്മൾ അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നത്. കാര്യം ഇന്ന് അത് ചെയ്യാത്തതിൻ്റെ കാരണം എന്ന് വെച്ചാൽ, ഒന്ന്, നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുക. രണ്ട്, ഓരോരുത്തർ പ്രാർത്ഥനാ വിഷയം ഇങ്ങനെ പറയാൻ തുടങ്ങിയാൽ നമുക്ക് സമയം പോരാ. അതുകൊണ്ട് നമ്മൾ ഒന്നിച്ച് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ എനിക്ക് വാട്സാപ്പിൽ അയക്കാൻ പറഞ്ഞാൽ എനിക്കത് കേൾക്കാൻ പറ്റും, അത് നോക്കാൻ പറ്റും, അതിനുവേണ്ടി പ്രാർത്ഥിക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ഒരുമിച്ച് നമ്മൾ അതിൻ്റെ മേൽ ജയമെടുത്ത് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. അപ്പോൾ ഇതേപോലെ തന്നെ നമ്മുടെ വിശ്വാസം എന്നുള്ളത് നമ്മൾ പ്രകടിപ്പിക്കണം. ഒന്ന്, നമ്മുടെ വീടിൻ്റെ അകത്ത് അന്തരീക്ഷം എന്തായിരിക്കണം? ഞാൻ കഴിവത് എപ്പോഴും പറയാറില്ലേ, നമ്മുടെ വീടിൻ്റെ അകത്ത് ഒരു ഗസ്റ്റ് വരുമ്പോൾ നമ്മൾ വീട് വൃത്തിയാക്കുന്നത് പോലെ നമ്മുടെ ജീവിതത്തിൻ്റെ അകത്ത് നമുക്കൊരു തീരുമാനം ഉണ്ടായിരിക്കണം. നമ്മൾ എന്താണോ നമ്മുടെ മുമ്പിലിരിക്കുന്ന വിഷയം, അതെനിക്ക് സംഭവിക്കത്തില്ല, പകരം ദൈവത്തിലുള്ള വിശ്വാസത്തിൽ എന്താണോ ഞാൻ ഇരിക്കുന്നത് അതേ സംഭവിക്കും. ഇതിൻ്റെ കൂടെ പറഞ്ഞാട്ടെ, എന്നെ ഭയപ്പെടുത്തുന്നതോ ഭാരപ്പെടുത്തുന്നതോ ഒന്നും എൻ്റെ ജീവിതത്തിൽ സംഭവിക്കത്തില്ല. ഞാൻ യേശുവിൽ വിശ്വസിക്കുന്നതേ സംഭവിക്കത്തുള്ളൂ എന്ന് പറ. എന്നെ ജീവിതത്തിൽ എന്നെ ഭാരപ്പെടുത്തുന്ന ഭയപ്പെടുത്തുന്നതോ ഒരു കാര്യം വെറുപ്പെടുത്തുന്നതോ ഒന്നും എൻ്റെ ജീവിതത്തിൽ സംഭവിക്കില്ല. സംഭവിക്കില്ല. ആമേൻ. അപ്പം നിങ്ങൾ അതിനെ അക്സെപ്റ്റ് ചെയ്യുന്നത് പോലെ ഇരിക്കും. ഇപ്പൊ ശ്രദ്ധിച്ച്, യേശു ആ വാക്ക് കാര്യവാക്കിയില്ല. ആമേൻ. അപ്പൊ നിങ്ങൾക്ക് വീണ്ടും സംശയം, ബ്രദർ ഇതൊക്കെ എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്? പഴയ നിയമത്തിൽ എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകം 37-ാം വാക്യത്തിൽ ഒരു ദർശനമാണിത്. ഇസ്രായേലിന്റെ മടങ്ങിവരവിനെ പറ്റിയുള്ള വലിയൊരു ദർശനമാണെങ്കിലും ഇതും ദൈവത്തിന് കഴിയുന്ന ഒരു കാര്യമായതുകൊണ്ട് നമുക്കത് ഏറ്റെടുക്കാൻ കഴിയും. അതൊരു ഇസ്രായേലിൻ്റെ മടങ്ങിവരവിനെ പറ്റി ആണെങ്കിൽ പോലും മരിച്ചവരെ ഉയർപ്പിക്കുവാനും അസ്ഥിയോട് ചേർക്കുവാനും ദൈവത്തിന് കഴിയും. ഇവിടെ ശ്രദ്ധിച്ചോണം, പരിചിതമായ വാക്യമാണ്. ഇവിടെ ഇങ്ങനെ കൊടുത്തിരിക്കുന്നത്, യഹോവയുടെ കൈ അവൻ്റെ മേൽ വന്നു, യഹോവയുടെ ആത്മാവിൽ എന്നെ പുറപ്പെടുവിച്ചു, താഴ്വരയുടെ നടുവിൽ നിർത്തി, അസ്ഥി കൊണ്ട് നിറഞ്ഞിരുന്നു. അവർ എന്നെ അവയുടെ ഇടയിൽ കൂടി ചുറ്റി നടക്കുമാറാക്കി. താഴ്വരയുടെ പരപ്പിൽ എത്രയും അധികമായിരുന്നു അവ, ഏറ്റവും ഉണങ്ങിയതായിരുന്നു. അവൻ എന്നോട്, മനുഷ്യപുത്ര, ഈ അസ്ഥികൾ ജീവിക്കുമോ എന്ന് ചോദിച്ചു. അപ്പം ദൈവവും എസെക്കിയേലും തമ്മിലൊരു കമ്മ്യൂണിക്കേഷനാണ്, ദർശനമാണ്. ഒരു ചോദ്യം ദൈവം ചോദിക്കുക, അസ്ഥികൂമ്പാരത്തിൻ്റെ ഇടയിൽ കൊണ്ടുവന്ന് തൻ്റെ എസെക്കിയേലിനെ കൊണ്ട് നിർത്തിയിട്ട് ചോദിക്കുകയാണ്, ഈ അസ്ഥി ജീവിക്കുമോ? ഈ ഒരു ക്വസ്റ്റ്യനാണ്, ഈ അസ്ഥി ജീവിക്കുമോ? ഈ അസ്ഥി ജീവിക്കുമോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ മ്യൂട്ട് മാറ്റിയവരെ ഞാൻ എപ്പോഴും പറഞ്ഞത് നിങ്ങൾ റിമൂവ് ചെയ്യും കേട്ടോ. ഞാൻ എപ്പോഴും ശ്രദ്ധിച്ചോണം, പ്രാർത്ഥനയിലിരിക്കുമ്പോൾ ശ്രദ്ധിച്ചോണം. പ്രാർത്ഥനയിലിരിക്കുമ്പോൾ മൈക്ക് മ്യൂട്ട് ചെയ്തോണം. ഇവിടെ ശ്രദ്ധിച്ചോണം, മനുഷ്യപുത്ര, ഈ അസ്ഥികൾ ജീവിക്കുമോ എന്ന് ചോദിച്ചു. അതിന് ഞാൻ, യഹോവയായ കർത്താവേ, നീ അറിയുന്നു എന്ന് ഉത്തരം പറഞ്ഞു. ശ്രദ്ധിച്ചോണം, നമ്മളോട് ദൈവം എപ്പോഴും ചോദിക്കുന്നൊരു ചോദ്യം, നിങ്ങളുടെ ഈ വിഷയവും ദൈവത്തിൻ്റെ ശക്തിയും നമ്മുടെ വിശ്വാസവും തമ്മിൽ എപ്പോഴും ചേർക്കുവാൻ ശ്രമിക്കരുത്.
ദൈവം ഒരു അസ്ഥിത്താഴ്വരെ കൊണ്ടുവന്നിട്ട് എസെക്കിയേൽ ചോദിക്കുവാണ്, ഈ യഹോവ ചോദിക്കുക, ഈ അസ്ഥികൾ ജീവിക്കുമോ? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, കർത്താവെ, നീ എല്ലാം അറിയുന്നല്ലോ. 4-ാമത്തെ വാക്യത്തിൽ പറയുന്നു, അവൻ എന്നോട് കൽപ്പിച്ചു, ഈ അസ്ഥികളെക്കുറിച്ച് നീ പ്രവചിച്ച് അവയോട് പറയേണ്ടത്, ഉണങ്ങിയ അസ്ഥികളെ, യഹോവയുടെ വചനം കേൾക്കുവിൻ. ഞാൻ ചോദിച്ചോട്ടെ, അസ്ഥികൾക്ക് കേൾക്കാൻ പറ്റുമോ? ഞാനിത് ദർശനമാണെന്ന് എനിക്കറിയാം, എങ്കിലും ഞാൻ ചോദിക്കുക, അസ്ഥികൾക്ക് കേൾക്കാൻ പറ്റുമോ? ഇല്ല. തീർച്ചയായിട്ടും ദൈവം പറഞ്ഞു. വേണ്ട, നിങ്ങൾ ഇതായിട്ട് പറയണ്ട, അസ്ഥികൾക്ക് കേൾക്കാൻ പറ്റുമോ? അസ്ഥികൾക്ക് സൗണ്ട് കേൾക്കാൻ ഇല്ല. പറ്റുമോ? ഇല്ല. ഇല്ല. അസ്ഥികൾക്ക് നിങ്ങളുടെ നാട്ടിൽ ഏതെങ്കിലും ഒരു തലയോട്ടിയോട് പോയി നിങ്ങൾ പേര് ചോദിച്ചാൽ പുള്ളി പേര് പറയുമോ? നമ്മുടെയൊക്കെ പള്ളിപ്പറമ്പിലൊക്കെ കാണത്തില്ല, ഒരു കൂമ്പാരമായിട്ട് ഇങ്ങനെ അസ്ഥി, കൈയും കാലും അതിൻ്റെ കുറേ അസ്ഥിയൊക്കെ എടുത്തിട്ടേക്കുന്ന ആ അസ്ഥിയോട് പോയിട്ട് നിങ്ങൾ ഏതെങ്കിലും ഒരു അസ്ഥി തലയോട്ടിയോട് പോയിട്ട് പേര് ചോദിച്ചാൽ അതിന് പേര് പറയാൻ പറ്റുമോ? ഇല്ല. എന്നാൽ ഇവിടെ എസെക്കിയേലിനോട് ദർശനം പറയുകയാണ്, അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായാൽ, അതായത് ഒരിക്കലും അസ്ഥികൾ കേൾക്കത്തില്ല, അതിൻ്റെ അർത്ഥം അത്രയും ഒരിക്കലും സംഭവിക്കത്തില്ല എന്ന് പറയുന്ന ഒരു സാഹചര്യം, ഒരിക്കലും നേരെയാകത്തില്ല എന്ന് പറഞ്ഞൊരു സാഹചര്യം. അതാണ് ഞാൻ ഉദാഹരണമായിട്ട് പറഞ്ഞത്. ഒരു അസ്ഥി ഒരിക്കലും ചെവി കേൾക്കത്തില്ല, അസ്ഥിക്ക് ചെവിയില്ല, അതിന് ഒരിക്കലും പ്രതികരിക്കാൻ കഴിയത്തില്ല. അങ്ങനെ ഒരു അവസ്ഥയാണെങ്കിൽ പോലും ദൈവം പറയുകയാണ്, അസ്ഥിയെ നോക്കി പ്രവചിക്കുക. ഇതാണ് യേശു ചെയ്തത്. യേശു ആ വീട്ടിൽ വന്നിട്ട് പറയുകയാണ്, നിങ്ങൾ എന്തിനാ കരയുന്നത്? മരിച്ച വീട്ടിലാന്ന് ഓർത്തോണം, ഡെഡ് ബോഡിയാണ്, ശ്വാസമില്ല, സംസാരിക്കാൻ പറ്റത്തില്ല, കേൾവിയില്ല, അതിൻ്റെ ഹാർട്ട് ബീറ്റ് വരെ നിലച്ചു. നമ്മുടെ നാട്ടിലേക്കാണെങ്കിൽ കൈയും കാലും ഒക്കെ കെട്ടി വെച്ച് മൂക്കി പഞ്ഞിയും വെച്ചിരിക്കുന്ന ഒരു ബോഡിയുടെ അടുക്ക് വന്നിട്ട് യേശു പറയുക, അത് മരിച്ചിട്ടില്ല, ദേ ഉറങ്ങുക. അപ്പോൾ ആൾക്കാർക്കൊരു സംശയം, ആർക്കാ ഭ്രാന്ത്, യേശുവിനാണോ എനിക്കാണോ? കാരണം ഞാൻ അങ്ങനെ പറയാൻ കാരണം ശ്രദ്ധിച്ചു നോക്കി, വലിയൊരു അതായത് ബുദ്ധിയുള്ള ഒരു മനുഷ്യനത് പറയത്തില്ല, ബുദ്ധിയുള്ളൊരു മനുഷ്യനത് പറയത്തില്ല. അവർ ചിന്തിച്ചു കാണും, ബൈബിളിൽ തന്നെ പറഞ്ഞിട്ട് ഇവന് ഭ്രാന്തുണ്ടോ എന്നൊക്കെ ചോദിക്കുന്ന വാക്യങ്ങൾ ബൈബിളിൽ കാണാൻ പറ്റും. ഇവന് ഭ്രാന്തുണ്ടോ എന്നൊക്കെ അങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കും, അങ്ങനെ ഒരു ചോദ്യം വരാൻ കാരണം മനുഷ്യബുദ്ധിക്ക് ചിന്തിക്കുവാൻ കഴിയാത്ത കാര്യങ്ങളാണ് യേശുവിൽ വിശ്വസിക്കുന്നവൻ വിശ്വസിക്കേണ്ടത്. ഇവിടെ അസ്ഥി ജീവിക്കുമോ എന്ന് ചോദിച്ചു. അതിന് എസെക്കിയേൽ പറയുകയാണ്, കർത്താവേ, നിനക്കെല്ലാം അറിയാലോ. അതാണ് ശ്രദ്ധിക്കേണ്ടത്. ദൈവത്തിന് അത് ചെയ്യുവാൻ കഴിയുമെന്ന് ആദ്യം നിങ്ങൾ അറിയണം. എന്നിട്ട് നിങ്ങളുടെ കുടുംബത്തെ നോക്കിയിട്ട്, നിങ്ങളുടെ ജീവിതത്തെ നോക്കിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ഒരുക്കണം. അത്ഭുതത്തിൻ്റെ ഒരു അന്തരീക്ഷം ഒരുക്കുവാൻ വേണ്ടി ആദ്യം ചെയ്യുന്നത്, യേശു ആ വീട്ടിലോട്ട് വന്നിട്ട് കരയുന്ന ആളുകളെ എന്ത് ചെയ്തു? അവരെ ആദ്യം പുറത്താക്കി. ആരെ പുറത്താക്കിയത്? കരയുന്നവരെ പുറത്താക്കി. അതുകൊണ്ട് അകത്ത് കടന്ന് നിങ്ങളുടെ ആരവാരവും കരച്ചിലും എന്തിന്? ആ യേശു അവൻ എല്ലാവരെയും പുറത്താക്കി. ആരൊക്കെയാ പുറത്താക്കിയത്? മരിച്ചു എന്ന് വിശ്വസിച്ച് കരഞ്ഞോണ്ടിരിക്കുന്ന, ഇവിടെ നിങ്ങൾ നോക്കിയേ, ഈ വ്യക്തികളെ യേശു എന്ത് ചെയ്തു? പുറത്താക്കി. ഇവിടെ ശ്രദ്ധിച്ചോണം, യേശുവിനെ പരിഹസിച്ചവർ. യേശു, നിങ്ങൾ ആ വാക്ക് ശ്രദ്ധിച്ചു നോക്കിയാൽ ഞാനത് കാണിക്കുന്നുണ്ട് ഇവിടെ. യേശുവിനെ പരിഹസിച്ചു. അതിൻ്റെ അർത്ഥം അങ്ങനെയുള്ള വ്യക്തി, അതായത് നിങ്ങളുടെ അന്തരീക്ഷമായിക്കോട്ടെ, യേശു അത്ഭുതം ചെയ്യുമെന്ന് പറയുമ്പോൾ അങ്ങനെ ചുമ്മാ പ്രാർത്ഥിച്ച് മാത്രം നടന്നാൽ മതി എന്ന് പറയുന്നവൻ്റെ പേര് വെട്ടിയേക്കണം. എന്നിട്ട് യേശു എന്ത് ചെയ്തു? അവരെല്ലാം പുറത്താക്കിയിട്ട് അത്ഭുതത്തിൻ്റെ ഒരു അന്തരീക്ഷം ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്നവരെല്ലാം അകത്തോട്ട് കയറ്റി. മനസ്സിലാകുന്നുണ്ടോ? നമ്മുടെ ജീവിതത്തിൻ്റെ അകത്ത് നമ്മളൊരു അന്തരീക്ഷത്തെ ഉണ്ടാക്കണം. നമ്മുടെ വീടിൻ്റെ അകത്ത് നമ്മൾ കയറിട്ടോ, ഈ വീടിന് എന്ന് രക്ഷപ്പെടാനാന്ന് പറയാതെ, എൻ്റെ വീട് അനുഗ്രഹിക്കപ്പെടും, 2 വചനമൊക്കെ എടുത്ത് എന്ത് ചെയ്യണം? എഴുതി അങ്ങ് ഒട്ടിച്ചിട്ട് എല്ലാ ദിവസവും ആ വചനം എഴുതി വെച്ച സ്ഥലത്ത് വന്ന് പറയണം. കണ്ണാടി നോക്കിയിട്ട് പറയണം, ഞാൻ ഒരു അനുഗ്രഹമായി തീരും. ആമേൻ. ഞാൻ ചോദിച്ചോട്ടെ, ഉണങ്ങിയ അസ്ഥി കേൾക്കുമെങ്കിൽ ജീവനുള്ള നിങ്ങൾ അനുഗ്രഹിക്കപ്പെടുകയോ ഇല്ലയോ? അനുഗ്രഹിക്കപ്പെടും. ആമേൻ. ഇവിടെ ശ്രദ്ധിച്ചോണം, അവൻ എന്നോട് കൽപ്പിച്ചു, ഈ അസ്ഥികളെ കുറിച്ച് പ്രവചിച്ച് പറയേണ്ട, എന്നാൽ ഉണങ്ങിയ അസ്ഥികളെ യഹോവയുടെ വചനം കേൾപ്പിൻ എന്ന് പറഞ്ഞു. യഹോവയുടെ വചനം കേൾപ്പിൻ. ശ്രദ്ധിച്ചോണം, വചനം. അപ്പം നിങ്ങളുടെ വിഷയത്തിന്റെ ഓപ്പോസിറ്റ് എന്താ? നിങ്ങളുടെ വിഷയത്തിന്റെ ഓപ്പോസിറ്റ് കാര്യം എന്താ? നിങ്ങളിപ്പം വചനം വിളിച്ചു പറയണം. ആ വചനം പറയണം. യേശുവിൻ്റെ നാമത്തിൽ ആ വചനം പറയുമ്പോൾ ശ്രദ്ധിച്ചോണം, പറയുമ്പോൾ നമ്മുടെ ഒരു അന്തരീക്ഷം അവിടെ ക്രിയേറ്റ് ചെയ്യുക. ഞാൻ പറഞ്ഞില്ല, ഒരു ഗസ്റ്റ് വരുമ്പോൾ നമ്മൾ മുറിയെല്ലാം വൃത്തിയാക്കുന്നത് പോലെ നമ്മുടെ ലൈഫിനെ ഒരു മിറക്കിളിന് വേണ്ടി പ്രതീക്ഷിച്ചുകൊണ്ട് വേണം നമ്മളിത് പറയാൻ തുടങ്ങിയാൽ. ഇപ്പം ഞാൻ പറയാം, ഇപ്പം നിങ്ങളിപ്പം ഇന്നു മുതൽ പ്രാർത്ഥിക്കുക,
ഓ എൻ്റെ കർത്താവേ, എനിക്കൊരു അത്ഭുതം കിട്ടിയാൽ മതിയായിരുന്നു എന്ന രീതിയിൽ പ്രസംഗിക്കുമ്പോൾ ഒരു അന്തരീക്ഷം അവിടെ ഉണ്ടാകത്തില്ല. ദൈവം ചിലപ്പോൾ കരുണ തോന്നി ചെയ്യുമായിരിക്കും, പക്ഷെ ഒരു അത്ഭുതം പ്രതീക്ഷിച്ചുകൊണ്ട് എങ്ങനെയാണ് പറയുന്നത്? എങ്ങനെ പ്രതീക്ഷിച്ചുകൊണ്ട് പറയുന്നത്? ഒരു ഗസ്റ്റ് വരുന്നുണ്ട്. ഇപ്പം ഞാൻ നിങ്ങളോട് പറയാം സഹോദര, ഞാൻ വൈകുന്നേരം ആകുമ്പോൾ നിങ്ങളുടെ വീട്ടിലൊന്ന് വിസിറ്റ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും? ഓ, ബ്രദർ ചുമ്മാ പറയുന്ന എന്നാണോ? നിങ്ങൾ എന്ത് ചെയ്യും? ആദ്യം ചെയ്യുന്നത് വീടെല്ലാം ഓടി വന്ന കസേര അതും ഇതെല്ലാം തൂത്തുവാരി വൃത്തിയാക്കി, ഒരു ഗസ്റ്റ് വരുന്ന ഞാനൊരു ഗസ്റ്റായിട്ട് വരുന്നതുകൊണ്ട് ഒരു ഗസ്റ്റ് വരുമ്പോൾ ആ ഗസ്റ്റിനെ സ്വീകരിക്കുവാൻ റെഡിയായി നിൽക്കുന്നത് പോലെ നിങ്ങൾ എന്ത് ചെയ്യും? റെഡി ആയിട്ടിരിക്കും. ആമേൻ. നമ്മൾ കർത്താവിൻ്റെ വചനം കേൾക്കുമ്പോൾ ഏത് സമയത്തും പ്രതീക്ഷയോടെ വേണം ഇത് പറയാൻ. മനസ്സിലാകുന്നുണ്ടോ? ഇതാണ് അന്തരീക്ഷത്തെ ഉണ്ടാക്കുന്നത്. നമ്മളൊരു വചനം വിശ്വസിച്ച് പ്രാർത്ഥിക്കുമ്പം അത് എൻ്റെ മുമ്പിലേക്ക് വരികയാണ്. മനസ്സിലാകുന്നുണ്ടോ? ഞാനത് പറയുമ്പോൾ ഞാനത് വരികയാണ്. എന്നാ അതിൻ്റെ തെളിവ് എന്നൂടെ പറഞ്ഞിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഞാൻ യഹോവ വസ്തുക്കളുടെ ഇപ്രകാരം അരുളി ചെയ്യുന്നു, നിങ്ങൾ ജീവിക്കേണ്ടത് ഞാൻ നിങ്ങളിൽ ശ്വാസം എന്നൊക്കെ പറയുക. ഇങ്ങനെ പറഞ്ഞു വന്നിട്ട് ഏറ്റവും ഒടുവിൽ പറയുകയാണ്, എന്നോട് കൽപ്പിച്ചതുപോലെ ഞാൻ പ്രവചിച്ചു. ഞാൻ പ്രവചിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു മുഴക്കം കേട്ടു. ഉടനെ ഒരു ഭൂകമ്പം ഉണ്ടായി. അസ്ഥിയോട് ചേർന്നു. പിന്നെ ഞാൻ നോക്കിയപ്പോൾ മേൽഞരമ്പും മാംസവും വന്നു. അത് ത്വക്ക് പൊതിഞ്ഞു. ശ്വാസം അവയിൽ ഇല്ലായിരുന്നു. അപ്പോൾ ശ്രദ്ധിച്ചോണം, എന്നോട് പറഞ്ഞതുപോലെ ഞാൻ എന്ത് ചെയ്തു? ഒന്ന് വായിക്കാൻ പറ്റുന്നവര്? പ്രവചിച്ചു. ഞാൻ പ്രവചിച്ചു. എന്നോട് കൽപ്പിച്ചതുപോലെ ഞാൻ എന്ത് ചെയ്തു? പ്രവചിച്ചു. ശ്രദ്ധിച്ചോണം, പ്രവചിച്ചു. അപ്പോൾ വചനം പറയുമ്പോൾ നിങ്ങൾ പ്രവചിക്കുകയാണ്. അപ്പൊ പ്രവചിക്കുന്ന ഒരു വ്യക്തി എന്ത് ചെയ്യുവാണ്? അന്തരീക്ഷത്തെ ഉണ്ടാക്കുകയാണ്. മനസ്സിലാവുന്ന? ഈ ദിവസങ്ങളിൽ കർത്താവിൻ്റെ വചനം പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ അത് പ്രതീക്ഷിച്ചുകൊണ്ട് വേണം. ആമേൻ. ഞാൻ പറഞ്ഞില്ല, ഇപ്പം ഞാൻ 5 മണിക്ക് വരുമെന്ന് പറഞ്ഞാൽ, നിങ്ങളുടെ വീട്ടിലോട്ട് വരുമെന്ന് പറഞ്ഞാൽ 4:30 മുതൽ ആരെല്ലാം കോളിംഗ് ബെൽ അടിച്ചാലും നിങ്ങൾ ആരെയായിരിക്കും പ്രതീക്ഷിച്ചിരിക്കുന്നത്? വരുമെന്ന് പറഞ്ഞ ആളും ഞാനെന്ന് പറഞ്ഞ വ്യക്തിയെ കാത്തിരിക്കും. അപ്പൊ ആരെങ്കിലും എപ്പോഴും നമ്മൾ എത്ര പേര് ഇങ്ങനെ വാതിലെ തിരതിരെ പോയി തുറന്നു നോക്കുന്ന സ്വഭാവമുണ്ട്? എനിക്ക് അങ്ങനെയുണ്ട്. ഒരാൾ വരുമെന്ന് പറഞ്ഞാൽ അപ്പം നമുക്കൊക്കെ എന്തോ കുഴപ്പമുണ്ട് അല്ലേ? നമുക്കൊക്കെ എന്തോ പ്രശ്നമുണ്ട്. എനിക്കൊരാൾ വരുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര തിടുക്കമാണ്. ഞാൻ ഇങ്ങനെ 3-4 പ്രാവശ്യം, 3-4 അയാൾ വരുന്നത് വരെ ഇടയ്ക്കിടയ്ക്ക് ഡോറ് തുറന്നു നോക്കും. ആരും വന്നിട്ടില്ല. പിന്നെയും പോയിട്ട് മോളിൽ പോകുമ്പോൾ ഒരു സംശയം, ആൾ വന്ന് നിൽപ്പുണ്ടോ? കോളിംഗ് ബെല്ലുണ്ട്, എല്ലാം ഉണ്ട്, വാതിൽ കൊട്ടാനും കോളിംഗ് ബെല്ലും എല്ലാം ഉണ്ടെങ്കിലും പിന്നെയും പോയി നോക്കും. അതിൻ്റെ കാരണം ഞാൻ പ്രതീക്ഷിക്കുന്നു. എൻ്റെ കൂടെ പറഞ്ഞാട്ടെ, പ്രതീക്ഷിക്കുന്നു. നമ്മൾ പലപ്പോഴും എന്നറിയാം, നമ്മൾ പലപ്പോഴും ചെയ്യുന്ന സംഭവം എന്ന് പറഞ്ഞാൽ, ബ്രദറെ ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, കർത്താവ് ഒന്ന് ചെയ്താൽ മതിയായിരുന്നു. ഒരിക്കലും അവിടെ അന്തരീക്ഷം ഉണ്ടാകത്തില്ല. യേശു പറയുകയാണ്, നിന്റെ മകൾ മരിച്ചല്ലേ, ഒരു കാര്യം ചെയ്യാം, ഞാൻ എന്തായാലും ഒന്ന് പ്രാർത്ഥിച്ചു നോക്കാം, കർത്താവ് ചിലപ്പം ചെയ്യുമായിരിക്കും. ഇങ്ങനെ പറഞ്ഞാൽ അയാൾക്ക് വിശ്വാസം ഉണ്ടാവില്ലയോ? പറ. ആ പള്ളി പ്രമാണിക്ക് വിശ്വാസം ഉണ്ടോ? നിങ്ങൾ പറ. അയാൾ പറയും കർത്താവെ ബുദ്ധിമുട്ടി വാരണ്ടെന്ന് പറയും. എൻ്റെ വിധിയാന്ന് ഓർത്ത് ഞാൻ അങ്ങ് കരഞ്ഞോളാന്ന് പറയും. പക്ഷെ യേശു പറഞ്ഞ വാക്ക് ശ്രദ്ധിച്ചോണം, വളരെ ഉറപ്പിച്ചാ പറഞ്ഞത്. നമ്മൾ തമ്മിലുള്ള വ്യത്യാസം കണ്ടോ? വചനം നമ്മളെ പഠിപ്പിക്കുന്ന വ്യത്യാസം കണ്ടോ? നമ്മൾ പലപ്പോഴും എന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രാർത്ഥിക്കുന്നുണ്ട് ബ്രദറെ, കർത്താവ് ചെയ്യട്ടെ. ഒരിക്കലും ചെയ്യത്തില്ല. കാരണം ഇങ്ങനെയാണ് ദൈവം നിങ്ങളോട് പറയുന്നതെങ്കിൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ? ദൈവം പറയാ, നിങ്ങളിപ്പോൾ ദൈവത്തെ നേരിട്ട് കണ്ടു, കർത്താവ് എനിക്ക് ഇന്ന വിഷയം എന്ന് പറയുമ്പോൾ കർത്താവ് തിരിച്ചു പറയാം, ഞാനൊന്ന് നോക്കട്ടെ, നമുക്ക് പറ്റുമെങ്കിൽ നേക്കാന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വാസം വരുവോ? ഉറപ്പ് വരുവോ? അതോ നിങ്ങൾക്ക് സംശയം വരുവോ? സംശയം വരും. കർത്താവ് അങ്ങനെ പറയത്തില്ല എന്ന് പറയാൻ കാരണം, ദൈവത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ദൈവം പറഞ്ഞതിനെ ചെയ്യുവാൻ ദൈവത്തിന് ശക്തിയുണ്ട്. നമ്മൾ പലപ്പോഴും നമ്മുടെ അന്തരീക്ഷം പലപ്പോഴും അത്ഭുതത്തിൻ്റെ അന്തരീക്ഷമല്ല. നമ്മൾ പോലും അറിയാതെ നമ്മുടെ വിഷയത്തെ നമ്മൾ കെട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കുക. നമ്മൾ പോലും അറിയാതെ ആ വിഷയത്തിൽ നമ്മൾ വിടുന്നില്ല, അതിനെ നമ്മൾ അക്സെപ്റ്റ് ചെയ്തിരിക്കുന്നു. ഈ സത്യം മനസ്സിലാക്കണം. ആ രോഗത്തോട് പറയണം, ശരിയാ, എനിക്ക് വേദനയുണ്ട് ബ്രദർ, എനിക്ക് രോഗമുണ്ട്, എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ട്, പക്ഷെ ഞാൻ ഇതിനെ പിടിക്കത്തില്ല, ഞാൻ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുക. എൻ്റെ കൂടെ പറഞ്ഞ് എൻ്റെ സൗഖ്യം കണ്ടോണം. ചിലപ്പോൾ നാളെ രാവിലെ എണീക്കുമ്പോൾ
ഞാൻ ഏത് സമയത്തും പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കും, ഞാൻ വലിയ അത്ഭുതമായി തീരും. പറഞ്ഞാട്ടെ. ഞാൻ ഏത് സമയത്തും വലിയൊരു അത്ഭുതമായി തീരും. വലിയ അത്ഭുതമായി തീരും. ആമേൻ. അപ്പൊ ഇതായിരിക്കണം ഒരു വിശ്വാസിയുടെ അന്തരീക്ഷം. ഞാനിത് ഈ ദിവസങ്ങളിലൊക്കെ ഇത് വീണ്ടും വീണ്ടും കേൾക്കേണ്ട ഒരു മെസ്സേജാണ് കേട്ടോ. നമ്മളൊരു വിഷയം പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത്, ഒരു ഗസ്റ്റ് നമ്മുടെ വീട്ടിലോട്ട് വരുന്നത് പോലെ പ്രതീക്ഷിക്കുക. ഇത് നമ്മുടെ ഒരു അന്തരീക്ഷം ഉണ്ടാക്കുക, നമ്മൾ സ്പിരിച്വൽ അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കുക. ബ്രദറെ, ഞാനും പ്രാർത്ഥിക്കുന്നുണ്ട്, പക്ഷേ കാര്യങ്ങളൊക്കെ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെയൊന്നും അല്ല. എൻ്റെ കൂടെ ഒന്ന് പറഞ്ഞ്, സ്വർഗത്തിൽ നിന്ന് ആ വിഷയത്തിന്റെ മറുപടി വന്നുകൊണ്ടിരിക്കുവെന്ന് പറ. ആ വിഷയത്തിന് മറുപടി വിഷയത്തിന് മറുപടി വന്നുകൊണ്ടിരിക്കുക. അപ്പൊ എന്നോട് നിങ്ങളുടെ ചോദ്യം ചോദിക്കും. അപ്പൊ നിങ്ങളുടെ ചോദ്യം ചോദിക്കും, ബ്രദർ അല്ലേ പറഞ്ഞത് ലഭിച്ചു എന്ന് വിശ്വസിപ്പിന് എന്നാൽ ഉണ്ടാകുമെന്ന്. അത് സത്യമാണ്. പക്ഷേ നമ്മുടെ മനസ്സിലേക്ക് നമ്മൾ കൊണ്ടുവരേണ്ട ഒരു അന്തരീക്ഷം എന്നാന്ന് ചോദിച്ചാൽ, ഞാൻ പ്രാർത്ഥിച്ച വിഷയത്തിന് വേണ്ടി അത് ഇന്ന് സംഭവിച്ചില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം അത് ഇല്ലെന്നല്ല, അത് വരും. തെരുതര ഡോറ് തുറന്ന് ഗസ്റ്റിനെ നോക്കുന്നത് പോലെ ചെക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കണം. ശരീരത്തെ നോക്കിക്കൊണ്ടേ ഇരിക്കണം, വീട്ടിൽ നോക്കിക്കൊണ്ടേ ഇരിക്കണം, മാറ്റം എങ്ങനെ നോക്കണം, എപ്പോഴും നമ്മളതിനെ നോക്കണം. ഞാൻ പറഞ്ഞില്ല, എൻ്റെ കുഴപ്പമാണ് തെരുതര ഗസ്റ്റ് വരും നോക്കുന്നത്. പക്ഷേ ഞാനിപ്പോൾ വിശ്വസിക്കുന്ന ഒരു അനുഗ്രഹമാണ്. എപ്പോൾ പ്രാർത്ഥിച്ചാൽ അത് ശരിയായോ ഞാൻ നോക്കിക്കൊണ്ടേ ഇരിക്കും. അപ്പം നമ്മൾ വർദ്ധിക്കും, ബ്രദർ അത് അവിശ്വാസം അല്ലല്ല, അത് അവിശ്വാസമല്ല, വരുമെന്നുള്ള ഉറപ്പുള്ളത് കൊണ്ടാണ് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്നത്, അല്ലേ? ഞാൻ ചോദിച്ചോട്ടെ, ഗസ്റ്റ് വരുമെന്ന് ഉറപ്പുള്ളത് കൊണ്ടല്ലേ തിരുതര വാല് തുറന്നു നോക്കുന്നത്? ഇപ്പം ഞാൻ നിങ്ങളുടെ വീട്ടിലോട്ട് വരത്തില്ല, ബ്രദർ ചുമ്മാ പറഞ്ഞ, നിങ്ങൾ തുറന്നു നോക്കുവോ? ഇല്ല. ഉറപ്പുണ്ടെങ്കിൽ ചെക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കണം. പ്രാർത്ഥിക്കുന്ന വിഷയങ്ങൾ എപ്പോഴും നോക്കുന്നത് മാറ്റങ്ങൾ നോക്കിക്കൊണ്ടേ ഇരിക്കണം. ഇങ്ങനെ മാറ്റങ്ങൾ നോക്കുമ്പോൾ എന്താണ്, നമ്മളൊരു അന്തരീക്ഷം ക്രിയേറ്റ് ചെയ്യുക. നമ്മൾ പോലും അറിയാതെ ഏത് സമയവും ഒരു അത്ഭുതം നടക്കും എന്നൊരു അന്തരീക്ഷം അവിടെ ഉണ്ടായി വരും. അവിടെ സംശയങ്ങൾ മാറിപ്പോകും. നിങ്ങളുടെ പ്രതീക്ഷയാകുന്ന നമ്മുടെ ഒരു മൈൻഡുണ്ട്, നമ്മുടെ മനസ്സുണ്ട്. ഈ മൈൻഡ് സെറ്റപ്പിൻ്റെ കുറച്ച് ദിവസം നിങ്ങൾ ഇങ്ങനെ ഇരിക്കുമ്പോഴേക്കും ആദ്യമൊക്കെ സംശയം വരും, നടക്കാൻ പോകുന്നില്ല. കുറേ കഴിയുമ്പോൾ നമ്മുടെ ശരീരവും കൂടെ ഇൻട്രസ്റ്റ് ആവും, എന്തുവായി പുള്ളി കാത്തിരിക്കുന്നത്. നമ്മുടെ ശരീരത്തിനും ഇൻട്രസ്റ്റ് കൂടും, എന്തോ വലിയ കാര്യം സംഭവിക്കാൻ പോവാ. അപ്പം നമ്മുടെ അന്തരീക്ഷം, നമ്മുടെ ചിന്തകളൊക്കെയും ചേഞ്ച് ആകാൻ തുടങ്ങും. ആമേൻ. അതുകൊണ്ടാണ് യേശു ആ മനുഷ്യനോട് പറഞ്ഞത്, കർത്താവിന് വേണമെങ്കിൽ അയാളെ കെട്ടിപ്പിടിച്ചൊന്ന്, സാരമില്ല, ഞാൻ ഇപ്പം അത്ഭുതം ചെയ്യാൻ പോകുമെന്ന് പറയാം. അവനെ മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞു, ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക. എൻ്റെ അർത്ഥം, നീ ഇപ്പോൾ വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഓപ്പോസിറ്റാണ് ഞാൻ നിനക്ക് ചെയ്യാൻ പോകുന്നത്. ചെയ്തിട്ട് വേണേൽ പറയാം, ഞാനിപ്പം കൊച്ചിനെ, എന്തുകൊണ്ടാണ് യേശു അങ്ങനെ പറഞ്ഞത്, ഞാനിപ്പോൾ കൊച്ചിനെ ജീവിപ്പിക്കാൻ പോകുന്ന പറയാതെ വിശ്വസിക്കുക മാത്രം. എൻ്റെ അർത്ഥം, ജീവൻ വെളിപ്പെടാൻ പോവുക. നേരെ അവിടെ ചെന്നു, കരയുന്നവരെ ആരവാരം വെക്കുന്നവരെയൊക്കെ പുറത്താക്കി, എസെക്കിയേലിന്റെ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന പോലെ എന്നോട് കൽപ്പിച്ചതുപോലെ ഞാൻ പ്രവചിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു മുഴക്കം കേട്ടു. എപ്പോഴും ഓർത്തോണം, എപ്പോഴും പ്രതീക്ഷിച്ചു. എസെക്കിയേൽ ചുമ്മാ കണ്ണടച്ചുകൊണ്ട് പ്രവചിക്കുകയല്ലേ, ഭയങ്കര പ്രതീക്ഷയോടെ എസെക്കിയേൽ പ്രവചിക്കുന്നത്. അതുകൊണ്ടാണ് ഒരു മുഴക്കം ഉണ്ടായപ്പോൾ പെട്ടെന്ന് നോക്കി, എന്നാ അവിടെ സംഭവം. ഇങ്ങനെ നമ്മൾ എപ്പോഴും ഒരു അറ്റ്മോസ്ഫിയറിനകത്ത് നിൽക്കുന്നവരാണ്. ഞാൻ പറഞ്ഞില്ലേ, പെട്ടെന്ന് നിങ്ങൾ അടുക്കളയിൽ നിൽക്കുമ്പോഴായിരിക്കും പെട്ടെന്ന് ചിലപ്പോൾ കോളിംഗ് ബെല്ലിൻ്റെ സൗണ്ട് കേട്ടോന്നൊരു സംശയം. വൈഫിനോട് ചോദിക്കും, വൈഫ് പറയും, കുഴപ്പമൊന്നുമില്ല, ആരും വന്നിട്ടൊന്നുമില്ല. അല്ലെങ്കിൽ ഹസ്ബൻഡ് പറയും വന്നിട്ടില്ല, പിള്ളേർ പറയും ആരും വന്നിട്ടില്ല. അപ്പം നിങ്ങൾ ഓടിപ്പോയി തുറന്നു നോക്കും, അപ്പോൾ ആരുമില്ല. അതെന്താ, നിങ്ങൾ അത്രയും അവരാരും കേൾക്കാത്ത കോളിംഗ് ബെല്ലിൻ്റെ സൗണ്ട് നിങ്ങൾ കേട്ടെന്ന് നിങ്ങൾക്ക് തോന്നിയതിൻ്റെ കാരണം നിങ്ങൾ പ്രതീക്ഷിച്ചിരിക്കുന്നുണ്ടാണ്. പ്രതീക്ഷിച്ചിരിക്കുന്നവൻ എപ്പോഴും മൈൻഡ് സെറ്റപ്പ് ആ പ്രതീക്ഷിച്ച വ്യക്തിയിലായിരിക്കും, അല്ലെങ്കിൽ ആ വസ്തുവിലായിരിക്കും. ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കുമ്പം പ്രതീക്ഷിച്ചോണം. എൻ്റെ കൂടെ പറഞ്ഞാട്ടെ, വചനത്തിൽ അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ പ്രതീക്ഷിച്ചോണം, വരും നിശ്ചയം. അപ്പൊ വചനത്തിൽ അങ്ങനെ ഉണ്ടെങ്കിൽ ഞാനത് പ്രതീക്ഷിച്ചിരുന്നോണം. എന്തിനാ ഞാൻ പ്രതീക്ഷിക്കുന്നു ചോദിച്ചു കഴിഞ്ഞാൽ, കർത്താവ് എന്നോട് പറഞ്ഞിട്ടുണ്ട്. എൻ്റെ കൂടെ പറഞ്ഞ്, പള്ളിപ്രമാണിയുടെ മോൾ ഉയർക്കുമെങ്കിൽ എൻ്റെ വിഷയം അത്ഭുതമാണെന്ന് പറ. പള്ളിപ്രമാണിയുടെ മോള് ആമേൻ. അപ്പൊ പള്ളിപ്രമാണിയുടെ വീട്ടിലോട്ട് യേശു വന്നിട്ട് ആ പള്ളിപ്രമാണിയുടെ മകളെ ഉയർപ്പിച്ചുവെങ്കിൽ എനിക്ക് ജീവിച്ചിരിക്കുന്ന എൻ്റെ വിഷയം എത്ര അധികം ഞാൻ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കണം. ഇതാണ് സ്പിരിച്വൽ അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നത്. എന്ത് വിഷയമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്? രണ്ട് വചനമൊക്കെ, ബ്രദറെ എനിക്ക് ചാർട്ട് പേപ്പർ മേടിക്കാൻ പൈസയില്ല,
വെള്ള പേപ്പർ എടുത്ത് ഒരു പേന കൊണ്ട് എഴുതിയാൽ മതിയെന്നേ. എന്നിട്ടൊരു സെല്ലോ ടേപ്പൊക്കെ 1 രൂപ കൊടുത്താൽ പോരെ, അതെടുത്ത് ഒട്ടിച്ചങ്ങ് വെച്ചിട്ട് എല്ലാ ദിവസവും നോക്കിയിട്ട് പറയണം, ഞാനിത് പ്രതീക്ഷിച്ചിരിക്കുവാന്ന് പറയണം. ആ വചനം പറഞ്ഞിട്ട് പറയണം, ഇത് സംഭവിക്കും നിശ്ചയം, ഇത് കാണും നിശ്ചയം. എന്നിട്ട് നമ്മൾ ഇങ്ങനെ എന്ത് ചെയ്യണം, ഈ ഒരു 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 പ്രതീക്ഷയോടെ കാത്തിരിക്കണം. ഹബക്കൂക്കിന്റെ പുസ്തകത്തിൽ പറഞ്ഞത് വരും നിശ്ചയം. ആമേൻ. അത് വരും നിശ്ചയം എന്ന വചനത്തിൽ പറഞ്ഞിരിക്കുന്നത്. ആമേൻ. അങ്ങനെയെങ്കിൽ നമുക്ക് ഒരുമിച്ച് കർത്താവിൻ്റെ സന്നിധിയിൽ നിന്ന് പ്രാർത്ഥിക്കാം. അത് വരും നിശ്ചയം. ഹല്ലേലൂയ. ഇന്ന് കേട്ട വാചനങ്ങൾ നിങ്ങളൊന്ന് ഓർത്ത് നോക്കി. കർത്താവ് നമ്മളെ ഒരു അന്തരീക്ഷം, നമ്മുടെ വീടിൻ്റെ അകത്ത് പലപ്പോഴും നിങ്ങൾ ചിന്തിച്ച് നോക്കി, എൻ്റെ വീടിൻ്റെ അകത്തെ അന്തരീക്ഷം, എനിക്കറിയാം ചിലപ്പം പ്രയാസത്തിലിരിക്കുന്നവരുണ്ട്, പ്രാർത്ഥന വിഷയത്തിൻ്റെ അകത്ത് ഭാരപ്പെട്ടിരിക്കുന്നവരുണ്ട്, ബുദ്ധിമുട്ടിലിരിക്കുന്നവരുണ്ട്. പക്ഷേ ഇന്ന് വിശ്വസിക്കുന്ന നിങ്ങൾ ആ വിഷയത്തിൻ്റെ മുകളിലോട്ടൊരു വചനം അങ്ങ് ഒട്ടിച്ചു വെക്ക്. എന്നിട്ട് പറയണം, ഈ വിഷയത്തിൻ്റെ മേൽ ഞാൻ ഈ വചനത്തിലുള്ള അത്ഭുതത്തെ, അസ്ഥി ജീവിച്ചു എന്ന് വചനം പറയുന്നത് പോലെ എൻ്റെ വിഷയം ജീവനായി മാറും. ആമേൻ. അങ്ങനെയെങ്കിൽ ഇന്നൊന്ന് തയ്യാറെടുത്തേ. ഓരോ ദിവസവും നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്തേ. നിങ്ങളുടെ ശരീരത്തെ മനസ്സിനേക്ക് ഒന്ന് ഉറപ്പിച്ച് എന്ന് റെഡി ആയിക്കേ. ആ മിറക്കിളൊന്ന് സ്വീകരിക്കുക. റെഡിയായി നിൽക്കുന്ന ഒരാളെ പോലെ. ഓ ബ്രദറെ, ഞാൻ മടുത്തു. ഒന്നുമല്ല. നിങ്ങൾ മടുത്തു എന്ന് മനസ്സിൽ തോന്നുമ്പോൾ പെട്ടെന്ന് പറയണം, ദൈവം കള്ളം പറയത്തില്ല. എൻ്റെ കൂടെ പറഞ്ഞോട്ടെ, ദൈവം കള്ളം പറയത്തില്ലെന്ന് പറ. കള്ളം പറയത്തില്ല. ദൈവം കള്ളം പറയത്തില്ല എന്നതിന് ബ്രദറെ എന്നാ തെളിവെന്ന് വെച്ചാൽ ദൈവം തന്നെ പറയുന്നുണ്ട്, അവന് ഭോഷ്ക് പറയുവാൻ കഴിയത്തില്ല എന്ന് ലേഖനത്തിൽ പറയുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഉറപ്പിച്ചോ, നിങ്ങൾ വിശ്വസിക്കുന്നത് നിങ്ങളുടെ മുമ്പിൽ കാണും. ആരിൽ ചോദിച്ചാൽ പറയണം, ഞാനത് പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നു. അപ്പോൾ ആൾക്കാർ കളിയാക്കും. നമ്മൾ ആദ്യം കേട്ട കാറ്റഗറി ഉണ്ടല്ലോ, ഏതാ, വിലപിക്കുന്ന കണ്ണുനീര് വാർക്കുന്ന ഒരു കാറ്റഗറി ഉണ്ടല്ലോ. അവർ പറയും, ഞങ്ങളും ഇതുപോലെ കുറേ പ്രാർത്ഥിച്ചതാ. അവർ പറയും, അവരെല്ലാം ഓടിച്ചോണം. അങ്ങനെ പറയുന്നവൻ്റെ ഫോൺ നമ്പർ അങ്ങ് ബ്ലോക്ക് ചെയ്തോണം. ഓ, ഞങ്ങളെയൊക്കെ ഇതുപോലെ ആദ്യമൊക്കെ ഭയങ്കര പ്രാർത്ഥനയായിരുന്നു, ഞങ്ങൾ ഇതുപോലെയൊക്കെ ഭയങ്കര വിശ്വസിച്ചവരായിരുന്നു, പക്ഷേ പിന്നെ ഞങ്ങൾ ഇട്ടേച്ചു പോയി. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്നാണെന്നറിയോ? നിങ്ങൾക്ക് ദൈവത്തിൽ ഉറപ്പില്ലാത്തതുകൊണ്ടാണ്. നിങ്ങൾക്ക് ദൈവത്തിൽ ഉറപ്പില്ല എന്ന് ഞാൻ പറയാൻ കാരണം, ഞാൻ അങ്ങനെ പറയുമ്പോൾ ശ്രദ്ധിച്ചോണം, നമ്മുടെ ഉള്ളിലേക്ക് ഒരു ചിന്ത കൊണ്ടുവരിക. ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, ഞാൻ നിങ്ങളുടെ വീട്ടിലോട്ട് വരും എന്ന് പറഞ്ഞാൽ എൻ്റെ ഉറപ്പാണ് അത്. എൻ്റെ ഉറപ്പിലാണ് നിങ്ങൾ എന്ത് ചെയ്തത്, വീടെല്ലാം വൃത്തിയാക്കി എന്നെ കാത്തിരിക്കുന്നത്. ആണോ അല്ലയോ? ആണ്. അവിടെ ഞാൻ വരാതിരുന്നാൽ ഞാൻ കള്ളം പറയുന്നവനാ, അല്ലേ? ആണോ അല്ലയോ? അതെ. അതെ. അങ്ങനെയെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, കർത്താവിൽ വിശ്വസിച്ച് ദൈവവചനത്തിൽ വിശ്വസിക്കുന്ന നിങ്ങൾ പറയണം, എനിക്കറിയാം കരച്ചിൽ വരുന്നുണ്ട്, പ്രയാസമുണ്ട്, ബുദ്ധിമുട്ടുണ്ട്, പക്ഷെ ഒരു കാര്യം ഉറപ്പിച്ച് നിങ്ങൾ ഉറപ്പിച്ചോണം, കർത്താവ് എന്തൊക്കെയാണെങ്കിലും അത് വരും നിശ്ചയം. ഞാനത് കാണും. വയസ്സാങ്കാലത്തല്ല, എൻ്റെ ഈ നല്ല പ്രായത്തിൽ ഞാനത് കാണും. ആമേൻ. അത് പ്രതീക്ഷയോടെ വേണം എപ്പോഴും നമ്മൾ കൈവച്ച് പ്രാർത്ഥിക്കാൻ. പ്രതീക്ഷയില്ലാതെ പ്രാർത്ഥിച്ചാൽ ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ടാകത്തില്ല. പകരം ഉണ്ടാകുന്ന അറ്റ്മോസ്ഫിയർ എന്ന് പറഞ്ഞാൽ അവിശ്വാസത്തിൻ്റെ അന്തരീക്ഷം ഉണ്ടാകും. യേശു അതുകൊണ്ടാണ് ആ വീട്ടിലോട്ട് നേരെ ചെന്നിട്ട് അവരോടെല്ലാം ആരും അറിയാതെ പോയി പ്രാർത്ഥിച്ചില്ല. എല്ലാവരും കേൾക്കുക. ആലോചിച്ച് നോക്കി. യേശു വന്നിട്ട് പറയും, അതേ പിതാവെ, ഒരു കാര്യം ചെയ്യും, അവരെല്ലാം നൈസായിട്ടൊന്ന് മാറ്റിക്കേ, ഞാനൊന്ന് പയ്യെ ഒന്നുമല്ല, ഉറക്കം പറഞ്ഞു, നിങ്ങൾ എന്തിനാണ് കരയുന്നത്? അവർ പറയും, പിന്നെ മരിച്ച വീട്ടിൽ കരയാതെ ചിരിക്കാൻ പറ്റുമോ? തിരിച്ചവർ ചോദിക്കും. ആരും ചിലപ്പോൾ അവിടുത്തെ മുൻശുദ്ധിക്കാരനായ മനുഷ്യൻ ചോദിച്ചു കാണും, പിന്നെ കരയാതെ ചിരിക്കാൻ പറ്റുമോ? യേശു പറയും, നീ ചിരിക്കാൻ പോവാ. കാരണം നിന്റെ കണ്ണുനീര് മാറ്റുന്ന ആളാ ഞാൻ, നിന്റെ കരച്ചിൽ മൊത്തം മാറ്റുന്ന ആളാ ഞാൻ. യേശു അകത്തോട്ട് കയറിയിട്ട് ആ മകളെ ഉയർപ്പിച്ചു എന്ന് വചനത്തിൽ കാണുന്നു. അങ്ങനെയെങ്കിൽ ഞാൻ ഉറപ്പിച്ചു പറയുന്നു, കർത്താവിൻ്റെ വചനത്തിൽ പറയുന്നുണ്ടെങ്കിൽ അത് വന്നിരിക്കും. ഒരു അറ്റ്മോസ്ഫിയർ വീട്ടിൽ തന്നെ ഉണ്ടാക്കുക. ഇന്ന് മുതൽ വീടിൻ്റെ അകത്തോട്ട് വേണ്ടാത്ത കലണ്ടറും ആവശ്യമുള്ള കലണ്ടറൊക്കെ വെച്ചിട്ട് ബാക്കി ഒരു കലണ്ടറും എല്ലാം വെച്ചിട്ട് ബാക്കിയെല്ലാം വചനം അങ്ങ് എഴുതി അങ്ങ് ഒട്ടിക്കുക. അല്ലെങ്കിൽ 5-10 രൂപ എടുത്തു കഴിഞ്ഞാൽ കളർ പ്രിന്റ് എടുത്ത് വചനം കിട്ടും. നിങ്ങൾക്ക് ഈ ദിവസങ്ങളിൽ എന്താ സംഭവിക്കേണ്ട വചനം എടുത്ത് ഒട്ടിച്ച് വീട്ടിൽ വെക്കുക. എന്നിട്ട് എല്ലാ ദിവസവും TV റൂമിൽ വരുമ്പം, അടുക്കളയിൽ വരുമ്പം, ബെഡ്റൂമിലോട്ട് കയറുമ്പം, ആ കിടന്ന് രാവിലെ ഉറങ്ങുമ്പം, രാവിലെ എണീറ്റ് വരുമ്പോൾ അത് കണ്ടുകൊണ്ട് വേണം എണീറ്റ് വരാൻ. പ്രതീക്ഷയോടെ ഒരു അന്തരീക്ഷം ഉണ്ടാക്കിക്കേ. എവിടെ നോക്കിയാലും ഈ വചനമായിരിക്കണം അന്തരീക്ഷം. ഏത് വചന? നിങ്ങൾ ഈ ദിവസങ്ങളിൽ എന്താണോ ആഗ്രഹിക്കുന്നത് ആ വചനം എല്ലായിടത്തും ഒട്ടിച്ചു വെക്കണം. എണീറ്റ് വരുമ്പം എവിടെ നോക്കിയാലും അത് കാണണം. പ്രതീക്ഷയോടെ ഇരിക്കണം. അന്തരീക്ഷം ഉണ്ടാക്കണം.
ഒരു പുതിയ വീട്ടിലോട്ട് നിങ്ങൾ കയറി ചെല്ലുമ്പം നമ്മൾ അവിടെ വീട്ടിലോട്ട് ഒരു വചനം ഒരു ബൈബിളും ഒക്കെ വെക്കാറില്ലേ? എൻ്റെ അർത്ഥം ഒരു അന്തരീക്ഷം അവിടെ ഉണ്ടാക്കുക, നമ്മൾ ഒരു വിശ്വാസത്തിൻ്റെ അന്തരീക്ഷം ഉണ്ടാക്കുക. ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സ്വർഗീയ നല്ല പിതാവേ, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശു, എനിക്കറിയത്തില്ല, ഉച്ചയ്ക്ക് ഞാൻ പ്രാർത്ഥിക്കുന്ന സമയത്ത് യൂട്യൂബിലോ ഫേസ്ബുക്കിലോ സൂമിലോ എനിക്കറിയത്തില്ല, മനോജ് എന്ന് പറയുന്ന ഒരാൾക്ക് വേണ്ടി ഇന്ന് പ്രാർത്ഥിക്കുവാൻ പരിശുദ്ധ ആത്മാവിൻ്റെ ഉള്ളിൽ തരുക. മനോജിന് വേണ്ടി പ്രാർത്ഥിക്കുക. ഈ സൂമിൽ പങ്കെടുക്കുന്ന ആരെങ്കിലുമായിട്ടത് ബന്ധമുണ്ടെങ്കിൽ യേശുവിൻ്റെ നാമത്തിൽ ഒന്ന് പ്രതികരിച്ചോണം. ഇനി അഥവാ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പോലെ യൂട്യൂബിലൊക്കെയാണ് ആൾക്കാരത് വരുന്നതെങ്കിൽ മനോജുമായിട്ട് ആരാണോ ബന്ധം, യേശുവിൻ്റെ നാമത്തിൽ നിന്ന് പ്രാർത്ഥിക്കാം. ആ വ്യക്തിയുടെ ജീവിതത്തിൽ കർത്താവ് തകർന്ന അവസ്ഥയെ പണിയാൻ പോവുക. യേശുവിൻ്റെ നാമത്തിൽ ആരാണോ അത് ഏറ്റെടുത്തോണം, പ്രതികരിച്ചോണം. ഇന്ന് യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങളിത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങൾ മനോജിനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. മനോജിൻ്റെ തകർന്ന അവസ്ഥകൾ മാറിപ്പോട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് പ്രാർത്ഥിക്കുക. പരിശുദ്ധാത്മാവ് നമുക്ക് വേണ്ടി വലിയ കാര്യങ്ങളെ ഇന്ന് ചെയ്യാൻ പോവുകയാണ്. എല്ലാവരും പ്രാർത്ഥിച്ച് എൻ്റെ കൂടെ പറഞ്ഞോട്ടെ. എൻ്റെ വിഷയത്തോട് ഞാൻ ടാറ്റ പറയുക. ഞാൻ എന്നിട്ട് ദൈവത്തിൻ്റെ വിഷയത്തെ കാണാൻ കാത്തിരിക്കുക. ഞാൻ ഉറപ്പിച്ചു പറയുന്നു, ഈ അന്തരീക്ഷത്തെ ഒന്ന് വീട്ടിലുണ്ടാക്കിയാൽ, ഈ അന്തരീക്ഷം ഒന്ന് വീട്ടിലുണ്ടാക്കിയാൽ രോഗസൗഖ്യത്തിൻ്റെ വചനം, എനിക്ക് വേണ്ട വചനങ്ങൾ എപ്പോൾ എന്നറിയാം, ഞാൻ അപ്പം തന്നെ എൻ്റെ ഫോണിൽ സ്ക്രീൻ സേവർ ആക്കി വെക്കും. അതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ എടുക്കുന്നത് ഞാൻ മൊബൈലാണ്. നമ്മൾ പലപ്പോഴും അതില്ല മൊബൈൽ എപ്പോഴും എടുക്കുന്നത്. അപ്പം ഞാൻ എന്ത് ചെയ്യുന്നറിയാം, മൊബൈലിൽ ഞാൻ എവിടെ നോക്കിയാലും ഞാൻ എന്താണ് ഈ ദിവസങ്ങളിൽ എനിക്ക് ആവശ്യമുള്ളത് ഞാനത് സ്ക്രീൻ സേവർ ആക്കിയിടും. എപ്പോൾ ഫോൺ എടുത്താലും ആ വാക്യമാണ് കാണുന്നത്. ഈ ദിവസങ്ങളിൽ എന്താണോ ആവശ്യം അത് എഴുതി വെച്ച് എവിടെയൊക്കെ കാണാൻ പറ്റുന്നു ഒരന്തരീക്ഷത്തെ ഉണ്ടാക്കി നോക്കിക്കേ. ഒരന്തരീക്ഷത്തെ ഉണ്ടാക്കി നോക്കി. ഫോണിൽ നമുക്ക് ഇനിയിപ്പോൾ വീട്ടിൽ ഒട്ടിക്കാൻ പറ്റത്തില്ല ബ്രദറെ, അങ്ങനെ വേണ്ട. ഫോണിൽ സ്ക്രീൻ സേവർ ആക്കി വെക്കുക. അല്ലെങ്കിൽ നിങ്ങൾ എല്ലാ ദിവസവും എടുക്കുന്ന ഒന്നിൽ അതിനെ പതിപ്പിച്ച് വെക്കുക. എന്നിട്ട് അതിനെ നോക്കിക്കൊണ്ട് എസെക്കിയേൽ ഇതുപോലെ പ്രവചിക്കുക. പ്രവചിക്കുമ്പോൾ ഒരു മുഴക്കമുണ്ടാകും. പ്രവചിക്കുമ്പോൾ ചുമ്മാ പ്രവചിക്കരുത്, പറയുമ്പം കാണണം. എപ്പോൾ വേണമെങ്കിലും ഞാനിത് കാണാൻ പോവാ. ഏത് നിമിഷവും, ചിലപ്പോൾ ഇപ്പോഴത് സംഭവിക്കും. സ്വർഗീയ നല്ല പിതാവേ, രോഗത്താൽ ഭാരപ്പെടുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. തകർന്ന അവസ്ഥയിലൂടെ കടന്നു വന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ ദിവസങ്ങളിൽ എന്നാ വലിയ പ്രയാസമാണെങ്കിലും യേശു അത്ഭുതം ചെയ്യും. യേശു അത്ഭുതം ചെയ്യും. പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തി അവിടെ വെളിപ്പെട്ടു വരും. പരിശുദ്ധാത്മാവിൻ്റെ അത്ഭുതം അവിടെ ഉണ്ടായി വരും. യേശുവിൻ്റെ നാമത്തിൽ നിന്ന് പ്രാർത്ഥിക്കുന്നു. സകല വിഷയത്തിന് മേൽ ഞങ്ങൾ ജയമെടുത്ത് പ്രാർത്ഥിക്കുന്നു. എൻ്റെ യേശുവെ, ഞങ്ങളിന്ന് പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നപ്പ, പരിശുദ്ധാത്മാവിൻ്റെ വലിയ കൃപ ഇന്നവിടെ സംഭവിക്കുന്നല്ലോ. യേശുവിൻ്റെ നാമത്തിൽ നിന്ന് പ്രാർത്ഥിക്കുന്നു. ഏപ്രിൽ 12 എന്ന് പറഞ്ഞ മാസവുമായിട്ട് ബന്ധമുള്ള ഒരു വ്യക്തിയെ കർത്താവ് തൊടുകയാണ്. ഏപ്രിൽ 12 യേശുവിൻ്റെ നാമത്തിൽ ഞാൻ അനുഗ്രഹിക്കുന്നപ്പ, ആ കുടുംബത്തിൻ്റെ മേൽ സമൃദ്ധി ഉണ്ടാകട്ടെ. നിരാശകൾ വിട്ടുമാറട്ടെ. തകർന്ന അവസ്ഥകൾ മാറിപ്പോകട്ടെ. ഈ നിമിഷം ഞങ്ങൾ റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹത്തിൻ്റെ വാതിൽ തുറന്നു വരുന്നതിന് നന്ദി. അത്ഭുതത്തിൻ്റെ വാതിൽ തുറന്നു വരുന്നതിന് നന്ദി. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ആമേൻ. 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 കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഈ ദിവസങ്ങളിൽ എത്ര പേര്, നാളെ ഞാൻ ചോദിക്കും, ഇത് നാളെ മാത്രമല്ല, ഈ ദിവസങ്ങളിൽ അന്തരീക്ഷം എന്നുള്ളത് പ്രധാനപ്പെട്ടതാണ്. എത്ര പേര് വിഷയങ്ങൾ വെച്ച് വചനം ചേർത്ത് പ്രാർത്ഥിക്കുന്നുണ്ട്? അങ്ങനെയെങ്കിൽ ഈ ദിവസങ്ങളിൽ നിങ്ങളോടാ ഞാൻ പറയുന്നത്, ഈ ദിവസങ്ങളിൽ ഇങ്ങനെ പ്രാർത്ഥിച്ചു നോക്കി ഒരു അന്തരീക്ഷത്തെ ഉണ്ടാക്കിയെടുത്തേ. യേശു ചെയ്തതുപോലെ ബ്രദറെ പ്രാർത്ഥിക്കുന്നുണ്ട്. ബ്രദറെ കർത്താവിനോട് ചോദിക്കുന്നുണ്ട്. ബ്രദറെ എനിക്ക് ആഗ്രഹമുണ്ട്. ബ്രദറെ അല്ല അത് ഒരു പ്രാർത്ഥിക്കുന്ന വിഷയം കാത്തിരിക്കുന്ന ഗസ്റ്റിനെ കാത്തിരിക്കുന്ന ഒരു വ്യക്തിയെ പോലെ ഈ ദിവസം ഡെവലപ്പ് ചെയ്തെടുത്ത് മൈൻഡ് ഒന്ന് ഡെവലപ്പ് ചെയ്തേ. അത് വരും, നിശ്ചയമായി വരും. മൈൻഡിലൊന്ന് നിശ്ചയമായി കൊടുത്തേ. അത് വരും നിശ്ചയം. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ കൃപ. അതുകൊണ്ടാണ് ഞാൻ പേഴ്സൊക്കെ എടുത്ത് വെച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞത്. പേഴ്സെടുത്ത് വെച്ച് പ്രാർത്ഥിക്കണം. അത് നിറയും. എന്നിട്ട് ATM-ലൊക്കെ പോയി നോക്കണം. വരും നിശ്ചയം. അങ്ങനെ വേണം പ്രാർത്ഥിക്കാൻ. അല്ലാതെ കിട്ടിയാൽ മതിയായിരുന്നു. ആ അന്തരീക്ഷം എന്നാണെന്നറിയാവോ? വിശ്വാസത്തിൻ്റെ അന്തരീക്ഷമല്ല, സംശയത്തിൻ്റെയും അവിശ്വാസത്തിൻ്റെയും ദൈവത്തിന് പ്രവർത്തിക്കാൻ കഴിയാത്തൊരു അന്തരീക്ഷം നിങ്ങൾ ഉണ്ടാക്കി വെക്കും അവിടെ. പിന്നെ നമ്മൾ എത്ര പ്രാർത്ഥിച്ചാലും അവിടെ ഒന്നും സംഭവിക്കത്തില്ല. യേശു തന്നെ പറയുന്നുണ്ട്, അവരുടെ അവിശ്വാസ നിമിത്തം അത്ഭുതം ഒന്നും ചെയ്തില്ല അവിടെ. അങ്ങനെയെങ്കിൽ അന്തരീക്ഷം മനസ്സിലാവുന്നുണ്ടോ?
നമ്മുടെ വീടിൻ്റെ അകത്ത് അന്തരീക്ഷത്തെ പുറത്താക്കിയിട്ട് ആത്മീയ അന്തരീക്ഷം, സ്പിരിച്വൽ അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യുക. ഞാൻ ഈ ദിവസങ്ങളിൽ വലിയ സാക്ഷ്യം കേൾക്കാൻ പോവുക, വലിയ സാക്ഷ്യം കേൾക്കാൻ പോവുക. കർത്താവ് അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥനയോടെ തന്നെ മുന്നോട്ട് പോകാം. ഈ സമയത്ത് ആർക്കെങ്കിലും സാക്ഷ്യങ്ങളോ ദൈവിക ഇടപെടലുകളോ ഉണ്ടെങ്കിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ഇല്ലെങ്കിൽ നമുക്ക് വിശ്വാസ പ്രഖ്യാപനങ്ങൾ ഏറ്റു പറയാം. ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഉള്ളവരാരെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞാട്ടെ. ബ്രദറെ, പറഞ്ഞോ. ഈ മനോജ് എന്റെ അമ്മയുടെ അനിയത്തിയുടെ മകനാ ബ്രദറെ. അമ്മയുടെ അനിയത്തിയുടെ മോന. എവിടെയാ ആള്? അവന് പാലക്കയെന്ന് പറഞ്ഞ സ്ഥലത്ത്. ഓ, നമുക്ക് അവന്റെ ഒരുമിച്ച് ഇന്ന് കല്യാണം പ്രാർത്ഥിക്കാം. കഴിഞ്ഞിട്ട് അവനും അവന്റെ പെങ്ങളും തന്നെയുള്ളൂ വീട്ടില്. ഉം. ഈ ആകെ ദിവസങ്ങളിൽ തന്നെ പറഞ്ഞു സിസ്റ്റർ. ഏതാ? വിഷമത്തിൽ, കല്യാണം ഒന്നും ആകാത്തത് കൊണ്ട് അവനാകെ വിഷമത്തിൽ തന്നെയാ ബ്രദറെ. അപ്പനും അമ്മയൊക്കെ മരിച്ചു. അതാ പറഞ്ഞ, പ്രാർത്ഥിച്ചപ്പോൾ ഞാൻ കണ്ടത് വലിയൊരു ദുരന്ത അവസ്ഥയിലൂടെ കടന്നു പോകുന്ന ഒരു മകനാ. സിസ്റ്റർ ഈ ദിവസങ്ങളിൽ അവനെ ബലപ്പെടുത്തിക്കണം. കഴിവെങ്കിൽ ചെല്ലാനോ പറ്റുന്നില്ലെങ്കിൽ ഫോൺ ചെയ്താണെങ്കിലും പറയണം. കർത്താവ് എല്ലാ കാര്യങ്ങളും ശരിയാക്കും, ഒത്തിരി പറഞ്ഞില്ലെങ്കിലും. എനിക്കറിയത്തില്ല, ഉച്ച മുതൽ എൻ്റെ ഉള്ളിൽ പ്രാർത്ഥനയിൽ പങ്കുചേരുന്ന, ഞാൻ അത് പറഞ്ഞല്ലോ, എനിക്കറിയത്തില്ല ആരാന്ന്, പക്ഷേ ആ വ്യക്തിക്ക് വേണ്ടി ഇന്ന് പ്രാർത്ഥിക്കണം. അവൻ്റെ തകർന്ന അവസ്ഥ, നിരാശപ്പെട്ടിരിക്കുക ആള്, വലിയ നിരാശയോടെ കടന്നു പോവുക. ആ നിരാശ അവൻ്റെ ജീവിതത്തിൽ ദുരന്തമായി വരാതിരിക്കുവാൻ ഒറ്റ വാക്ക് പറഞ്ഞാൽ യേശു നിനക്ക് വേണ്ടി പ്രവർത്തിക്കും. യേശു നിന്റെ വിഷയങ്ങളെ മാറ്റും. ഒറ്റ വാക്ക്, അതിൽ ബലപ്പെട്ട് അവൻ കയറി വരും, അവനൊരു അനുഗ്രഹമായി മാറും. കർത്താവെ, അങ്ങ് ആ മകനെ അനുഗ്രഹിക്കുന്നല്ലോ, ഞങ്ങൾ പ്രാർത്ഥിച്ച് ബ്ലസ് ചെയ്യുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഹലോ ബ്രദറെ, പറഞ്ഞോ. ബ്രദർ ഇപ്പം പറഞ്ഞല്ലേ മനോജ് എന്ന് പറഞ്ഞേ, ഉം. അത് ഞങ്ങളുടെ അപ്പാപ്പിയാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്ന ബ്രദറിനോട്. ഒന്നിലധികം മാനേജുകളുണ്ട് അല്ലേ? അല്ല, ഒരാളെ ഉള്ളേ, ഞങ്ങളുടെ അല്ല, അമ്മയുടെ ഞാൻ പറഞ്ഞു ഇപ്പൊ പ്രാർത്ഥനയിൽ. തീർച്ചയായിട്ടും നമുക്ക് ഒരുമിച്ച് വീണ്ടും പോകാം. മറ്റാർക്കെങ്കിലും ഉണ്ട് അങ്ങനെ ഇടപെട്ടത്? ഒരാൾക്ക് വേണ്ടിയാണ് കർത്താവിന്റെ ആലോചന വെളിപ്പെട്ടെങ്കിലും, ഒരാൾക്ക് വേണ്ടി ആലോചന. ഞാനിപ്പോൾ പറഞ്ഞത് വേറൊന്നുമല്ല, ഈ വ്യക്തി നിരാശയിലൂടെ കടന്നു പോകുന്ന ഒരു വ്യക്തിയാണ്. ഭയങ്കര നിരാശയിലൂടെയും തകർച്ചയുടെ ഒരവസ്ഥയിലൂടെയും കടന്നു പോകുന്ന ഒരു വ്യക്തിയാണ് കർത്താവിനോട് പറഞ്ഞത്. അത് ഞാൻ എടുത്തു പറഞ്ഞത്, ആ വാക്ക്. ഒരു വിഷയം ഉണ്ടെന്നല്ല ഞാൻ ചോദിച്ചത്, വലിയൊരു നിരാശയുടെ അവസ്ഥയിലൂടെ കടന്നു പോകുന്ന ഒരു വ്യക്തിയാണ്. അങ്ങനെ ഒരു വ്യക്തിയാണ്. പറഞ്ഞു. കേട്ടില്ല. കേട്ടില്ല. ഹലോ, ഞാൻ കേട്ടില്ല. ഞാൻ ജോസഫ്. പറഞ്ഞു. മനോജ് എന്ന വ്യക്തി എൻ്റെ ഒരു കസിനാണ്. നല്ല ആത്മീയമായിട്ടൊക്കെ വളർന്നു വന്ന നല്ലൊരു എൻ്റെ ഒരു ബ്രദറാണ്, കസിൻ ബ്രദറാണ്. അവൻ ആത്മീയമായിട്ടും ഭൗതികമായിട്ടൊക്കെ ആകെ തകർന്നു പോയി. ഇപ്പം ഞങ്ങൾ അവന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പം മനോജ് എന്ന പേര് ബ്രദർ പറഞ്ഞതുകൊണ്ട് ഏപ്രിൽ മാസത്തിലാണ് ഇവിടെ ഡേറ്റ് ഓഫ് ബർത്ത്. ഏപ്രിലാണ് ഡേറ്റ് ഓഫ് ബർത്ത്, അറിയാവോ? അതെ. ഏപ്രിലാണോ? ഏപ്രില. ബാക്കിയുള്ള മനോജിന്റെ ഡേറ്റ് ഓഫ് ബർത്ത് ഏപ്രിലാണോ? ബാക്കി നിങ്ങൾ പറഞ്ഞ ഓർമ്മയില്ല. രണ്ട് കാര്യങ്ങളാണ് നമ്മുടെ പ്രാർത്ഥന. രണ്ടാമത് ഏപ്രിൽ മാസം. അപ്പം ഞാൻ ആ ബ്രദറിന് വേണ്ടി എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിലും രണ്ടാമത് പ്രാർത്ഥിച്ചപ്പോൾ എത്ര പേര് ഏപ്രിൽ മാസം എന്നുള്ളത് കേട്ടായിരുന്നു? ഞാൻ കേട്ടു, ഏപ്രിലാണ്. ഓക്കെ, അപ്പം നമുക്ക് ആദ്യം ആ വ്യക്തിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാം. കർത്താവ് രണ്ട് കാര്യങ്ങളാണ് വെളിപ്പെട്ടത്. ഒന്ന്, ഏപ്രിൽ മാസം എന്നുള്ള ഡേറ്റ് കൂടെ കാണിച്ചായിരുന്നു. കർത്താവ് ഞങ്ങൾ അനുഗ്രഹിക്കുന്ന ആ വ്യക്തിയെ പ്രാർത്ഥിക്കുന്ന തകർന്ന അവസ്ഥകൾ മാറട്ടെ. എങ്കിലും ഇതേ അവസ്ഥയിൽ കടന്നു പോകുന്ന മറ്റു വ്യക്തികളുണ്ട്. ദൈവം ഇടപെട്ട രണ്ട് കാര്യങ്ങളാണ്, പേരും ആ ഡേറ്റും. ഞങ്ങൾ ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതോടൊപ്പം തന്നെ അതേ അവസ്ഥയിലൂടെ കടന്നു പോകുന്ന ആൾക്കാർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. യേശുവേ, ഇന്ന് പരിശുദ്ധാത്മാവ് അവരെ പ്രവർത്തിക്കുന്നല്ലോ, എല്ലാ തകർച്ചകളും മാറട്ടെ. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. അവരെല്ലാം ഇവിടെ എല്ലാം പോയിട്ട് നിങ്ങൾ വെറുതെ പ്രാർത്ഥിക്കരുത്. അവരോട് ഒറ്റ വാക്കേ പറയാവുള്ളൂ, യേശു ക്രിസ്തു നിനക്ക് വേണ്ടി പ്രവർത്തിക്കും. നിങ്ങൾ സാധാരണ പോലെ വിളിച്ച് സംസാരിക്കുക, ഏറ്റവും ഒടുവിൽ പറയണം, അല്ലെങ്കിൽ ഇടയ്ക്ക് പറയാൻ ഗ്യാപ്പ് കിട്ടും. ധൈര്യപ്പെടുത്തുക. ഉറപ്പിച്ച് ഞാൻ പറഞ്ഞ ആ വാക്ക് അവരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങളെ കൊണ്ടുവരുവാൻ ഇടയായി തീരും. അനുഗ്രഹിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ആമേൻ. മറ്റാരെങ്കിലും സാക്ഷ്യത്തിനായിട്ടുണ്ടോ? ഹലോ, പറഞ്ഞു.
പറഞ്ഞു സിസ്റ്റർ. ബ്രദറെ, എന്റെ മോക്ക് 2 ദിവസമായിട്ട് പനിയായിരുന്നു. അപ്പം ഞങ്ങൾ ഇന്നലെ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയി. അപ്പൊ വൈറൽ ഫീവർ ആന്ന് പറഞ്ഞ് അത്യാവശ്യം നല്ല ടെമ്പറേച്ചർ ഉണ്ടായിരുന്നു. 99ഉം 100ഉം ആ റേഞ്ച് ആയിരുന്നു. അപ്പൊ ഇന്നലെ വൈകുന്നേരം ആയപ്പോഴത്തേക്കും അവൾക്ക് 101.8 അത്രയും ഹൈ ഫീവർ ആയി. ഇപ്പം വൈകുന്നേരം ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് നമ്മളിങ്ങനെ കുടുംബ പ്രാർത്ഥനയുടെ സമയത്ത് ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, നാളെ ഞാൻ വൈകുന്നേരം പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ സാക്ഷ്യം പറയും, എന്റെ കുഞ്ഞിന് പനി മാറി എന്നുള്ള സാക്ഷ്യം പറയുമെന്ന് പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞ് നമ്മൾ ടെമ്പറേച്ചർ നോക്കിയപ്പോഴാണ് ഈ 101.8 അപ്പൊ ഡോക്ടർ നമ്മളോട് ഓൾറെഡി പറഞ്ഞായിരുന്നു വൈറൽ ഫീവർ ആണ്, ടെമ്പറേച്ചർ ഇങ്ങനെ റേസ് ആയിക്കൊണ്ടേയിരിക്കും, ചിലപ്പം കുറഞ്ഞെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ പനി വിട്ടു എന്ന് വിചാരിക്കേണ്ട, ടെമ്പറേച്ചർ വീണ്ടും കൂടുമെന്ന്. അങ്ങനെ രാത്രി ആയപ്പം കുഞ്ഞ് ഭയങ്കര ക്ഷീണമായിരുന്നു. അപ്പൊ ഞാൻ കുഞ്ഞിന്റെ അടുത്ത് ഇന്ന് പ്രാർത്ഥിച്ചു. ഇന്ന് രാവിലെ സൂര്യൻ ഉദിക്കുമ്പോഴത്തേക്കും എന്റെ കുഞ്ഞിന്റെ പനി കംപ്ലീറ്റ് ആയിട്ട് മാറും. എങ്ങനെ മാറും, അല്ലെങ്കിൽ വൈറൽ ഫീവർ ആണ്, അത് എന്താവുന്നൊന്നും എനിക്കറിയാം. എനിക്ക് അപ്പൊ ഒരു വിശ്വാസമായിരുന്നു രാവിലെ ആകുമ്പോഴത്തേക്കും മാറും എന്നുള്ളത്. അതെങ്ങനെ എനിക്ക് അത്രയും വിശ്വാസം വന്നതെന്നും എനിക്കറിയത്തില്ല. ഞാൻ ഒരു പ്രാവശ്യം പോലും ചിന്തിച്ചില്ല മാറാതിരിക്കോ അല്ലെങ്കിൽ മരുന്ന് ഇനി കൊടുക്കുന്ന കാര്യമോ, അങ്ങനത്തെ ഒന്നും ഞാൻ ചിന്തിച്ചില്ല. എനിക്ക് ഭയങ്കര എന്തോ ഒരു ഉറപ്പോ വിശ്വാസമോ ധൈര്യമൊക്കെ ആയിരുന്നു. രാവിലെ ആകുമ്പോഴത്തേക്കും മാറും. അങ്ങനെ രാവിലെ ഞാൻ 3 മണി വരെ ഞാൻ ഉറങ്ങാതെ ഇരുന്നു, ഞാൻ പ്രാർത്ഥിച്ചു. അപ്പൊ ഞാൻ 3 മണിക്ക് ടെമ്പറേച്ചർ നോക്കിയപ്പോൾ നോർമൽ ടെമ്പറേച്ചർ 98.4. അപ്പൊ ഞാൻ ശരി 98.4. ഇനി വൈറൽ ഫീവർ ഇനിയും വീണ്ടും പനിക്കോ, അതും ഞാൻ ചിന്തിച്ചില്ല. പനി കുറഞ്ഞു എന്ന് തന്നെ ഞാൻ ഉറപ്പിച്ചു. ഇന്ന് ഈ നിമിഷം വരെ പിന്നെ അവൾക്ക് പനിച്ചിട്ടില്ല. ഞാൻ വീണ്ടും ഡോക്ടറെ അടുത്ത് പോയായിരുന്നു, ഇന്ന് രാവിലെ പോയായിരുന്നു. പനി കുറഞ്ഞു, അവൾക്ക് വയറുവേദനയ്ക്കുള്ള ഒരു മരുന്ന് മേടിക്കാം. അപ്പൊ ഡോക്ടർ പറഞ്ഞു, പനി കുറഞ്ഞെന്ന് വിശ്വസിക്കേണ്ട, പനി ഇനിയും വരും. 1 മണിക്കൂറോ 2 മണിക്കൂറോ കഴിഞ്ഞ് കുഞ്ഞിന് ഇനിയും പനിക്കും. പക്ഷെ ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട് ഈ നിമിഷം വരെ അവൾക്ക് പനിച്ചിട്ടില്ല. അത് എങ്ങനെ നടന്ന് അല്ലെ വൈറൽ ഫീവർ ഒറ്റ ദിവസം കൊണ്ട് മാറുമോ, അതൊന്നും എനിക്കറിയില്ല. പക്ഷെ ഞാൻ ദൈവത്തോട് ഒരു കാര്യം പറഞ്ഞോളൂ, നാളെ രാവിലെ ആകുമ്പോഴത്തേക്കും പനി മാറണം. രാവിലെ ആകുമ്പോഴത്തേക്കും പനി മാറി. ആമേൻ. പ്രിയ സിസ്റ്റർ പറഞ്ഞത് ഇന്നത്തെ വചനവുമായിട്ട് നല്ലൊരു സാമ്യമുള്ള ഒരു സാക്ഷ്യം തന്നെയാണ്. നിങ്ങൾ ചിലപ്പോൾ ചിന്തിക്കും ഒരു പനി മാറി വലിയ കാര്യമാണല്ല. പക്ഷേ നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ നമ്മുടെ സാഹചര്യത്തെ നമുക്ക് അക്സെപ്റ്റ് ചെയ്യുന്നതിലൂടെ, അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇനിയും വരും, തറപ്പിച്ചു പറഞ്ഞു. ഡോക്ടറേക്കാൾ വലുതല്ല സാധാരണക്കാരനായ വ്യക്തികൾ. പക്ഷെ അതിനെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നില്ല. ഇല്ല, യേശുവാണ് അത് ചെയ്യും. സിസ്റ്റർ പറഞ്ഞ പോലെ തന്നെ അത് യേശു ചെയ്യും. ഇപ്പം പിന്നെയും പറഞ്ഞ ഡോക്ടർ പിന്നെയും വരാൻ സാധ്യതയുണ്ട്. നമുക്ക് അങ്ങനെ ഒരു വാക്ക് അവിടെയുണ്ട്, അങ്ങനെ ഒരു സാഹചര്യമുണ്ട്, കൊച്ചിന് അവിടെ പനിയുണ്ട്. പക്ഷെ നമ്മൾ അതിനെ കൈക്കൊള്ളാതെ യേശുവിനുള്ളതിനെ നമ്മൾ അവിടെ എന്ത് ചെയ്യുന്നു? സ്വീകരിക്കുമ്പോൾ പ്രതീക്ഷിക്കുന്നു. സിസ്റ്റർ അതാ പറഞ്ഞത്, നമ്മൾ ഇന്ന് വചനം പറഞ്ഞത് സാക്ഷ്യമായിട്ട് സാമ്യമുണ്ടെന്ന് പറയാൻ കാരണം സിസ്റ്റർ പ്രതീക്ഷയോടെയാണ്. ഇല്ലില്ല, കർത്താവിനോട് ഞാൻ പ്രാർത്ഥിച്ചത് യേശു എനിക്ക് കൊണ്ടുതരും, അത് ഞാൻ കാണും. എന്നാൽ ഡോക്ടർ പിന്നെയും തറപ്പിച്ചു പറഞ്ഞു ഇല്ല. ആമേൻ. അപ്പോൾ ഈ ദിവസങ്ങളിൽ തിരിച്ചറിഞ്ഞോണം, നമ്മുടെ വിഷയം ഉണ്ട്, സത്യമാണ്. പക്ഷെ അതിനെ ഞാൻ കൈക്കൊള്ളുന്നില്ല. പകരം ഞാൻ കാത്തിരിക്കുന്ന ഒരു അത്ഭുതമുണ്ട്. അത് തന്നെ എനിക്ക് വരത്തുള്ളൂ, അതേ ഉള്ളൂ ഞാൻ കാണത്തുള്ളൂ, അത് സംഭവിക്കും നിശ്ചയമെന്ന് നമ്മൾ ഉറപ്പിക്കണം. ആമേൻ. കർത്താവ് കൊടുത്ത സൗഖ്യത്തിനും സാക്ഷ്യത്തിനും നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. 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 മറ്റാരെങ്കിലും ഉണ്ടോ? മറ്റാരുമില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്ക് ഒരുമിച്ച് ഇന്നലെ ഞാനൊരു പ്രാർത്ഥന വിഷയം വിട്ടായിരുന്നു. ബിസിനസ് തകർന്ന് ലോണൊക്കെ മുടങ്ങി എനിക്ക് ആകെ ഒരു ഭയത്തില് ഞാൻ ഇരിക്കുക. പക്ഷെ മുൻപ് എല്ലാ ഇതുപോലത്തെ വിഷയങ്ങൾ വന്നിട്ടൊക്കെ വലിയ അത്ഭുതത്തിൽ കൂടെ എന്നെ രക്ഷിച്ചിട്ടുണ്ട്. ആ കാര്യം ആലോചിക്കുമ്പോ ഞാൻ ആശ്വസിക്കും. അപ്പൊ ഇന്ന് ഈ നേരായിപ്പോ ആ മുടങ്ങിയ ലോണുകളൊക്കെ തീർത്ത് വലിയൊരു ആശ്വാസത്തിനുള്ള വഴി തുറന്നു കിട്ടി. സാക്ഷ്യം പറയാ ഞാൻ. ആമേൻ. അത് വലിയൊരു സാക്ഷ്യം തന്നെയാണ്. ഇന്നലെ സഹോദരി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു വലിയ പ്രയാസമാണ്, ഭയങ്കര പ്രയാസത്തിലൂടെ നടന്നു പോകുന്നല്ലേ. എനിക്ക് മെസ്സേജ് ഇട്ടതിന് ശേഷം വൈകുന്നേരം എപ്പോഴും നമ്മുടെ പ്രെയറിന് മുമ്പായണ്ടാണ് ഞാൻ തിരിച്ച് റിപ്ലൈ തന്നത്, കർത്താവ് പ്രവർത്തിക്കും. അപ്പോൾ അത്രയും ലോണുകൾ നിൽക്കുവാണ്, അത്രയും ലോണിൻ്റെ അകത്ത് നിൽക്കുവാണ്. ഇന്ന് വിളിച്ചിട്ട് സാക്ഷ്യം പറഞ്ഞാൽ ലോൺ എല്ലാം എന്ത് ചെയ്തു? ഒറ്റ ദിവസം കൊണ്ട് ക്ലോസ് ചെയ്തു. ഒരാമേൻ എല്ലാവരും പറഞ്ഞാട്ടെ. പലപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമുക്കൊരു പ്രാർത്ഥന നമുക്കൊരു വിഷയമാകുന്നതിൻ്റെ കാരണം നമുക്കത് വിഷയമായതുകൊണ്ടാണ്, പരിഹരിക്കാൻ കഴിയാത്തത് കൊണ്ടാണ്. ഒറ്റ ദിവസം കൊണ്ട് ആ വിഷയങ്ങൾ പരിഹരിച്ച് അതിൻ്റെ മേൽ ജയമെടുത്തെന്ന് പറയുമ്പോൾ മനുഷ്യർക്ക് അസാധ്യം, ദൈവത്തിന് ആമേൻ.
അപ്പം എനിക്കറിയാം വളരെ മനസ്സ് കരഞ്ഞുകൊണ്ടാണ് അസാധ്യമായിട്ട് ദൈവത്തിന് സാധ്യമാകുന്നു. ഭയങ്കര കരഞ്ഞുകൊണ്ട്, തീർച്ചയായും ഭയങ്കര കരഞ്ഞുകൊണ്ടാണ് സിസ്റ്റർ എനിക്ക് മെസ്സേജ് അയച്ചത്. ഞാൻ അവിടെ തിരിച്ച് മെസ്സേജ് അയച്ചു, സിസ്റ്റർ കർത്താവ് ഉണ്ട്, ദൈവം പ്രവർത്തിക്കും. ഇന്ന് പ്രവർത്തിച്ച സാക്ഷ്യം കേൾക്കുവാൻ ഇടയായി തീർന്നു, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഇനിയും സമൃദ്ധി ഉണ്ടാകട്ടെ. ആമേൻ. ഹലോ. പറഞ്ഞു. ബ്രദർ, ഞാൻ പ്രാർത്ഥിക്കുമ്പോ ഞാൻ കണ്ണടച്ച് പ്രാർത്ഥിക്കുമ്പോ എനിക്ക് ഈ ചിലവരുടെ മുഖങ്ങൾ കാണുന്നു, ഞാൻ അറിയാത്ത മുഖങ്ങൾ. അതെന്താ അത്? തീർച്ചയായിട്ടും സിസ്റ്റർ, നമ്മുടെ ഈ പ്രാർത്ഥനാ കൂട്ടായ്മ എന്ന് പറയുന്നത് ഇത് പരിശുദ്ധാത്മാവിൻ്റെ വലിയൊരു കവറിങ് ഉണ്ട്. അപ്പോൾ ഇതിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞു തരാം, നമുക്ക് ഇത് കർത്താവ് ദർശനങ്ങളും കൃപാവരങ്ങളും ദൈവികമായ അനുഗ്രഹങ്ങളെയും ചൊരിയുമെന്ന് ദൈവം ഉറപ്പ് തന്നിട്ടുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ പ്രാർത്ഥനയിൽ കൂടുമ്പം നമ്മുടെ അകത്തുള്ള ദർശനങ്ങൾ, കാഴ്ചകൾ, കാര്യങ്ങളൊക്കെ ഓപ്പൺ ആവും. അങ്ങനെ ചില കാഴ്ചകൾ കാണുമ്പോൾ നമ്മൾ ചില വ്യക്തികളുടെ പേരുകൾ, നിങ്ങൾ കേൾക്കാത്ത പേരുകൾ, കാണാത്ത മുഖങ്ങൾ കാണുമ്പോൾ അത് മനസ്സിലൊന്ന് കുറിച്ചോണം. വീണ്ടും പ്രാർത്ഥന, കർത്താവ് എനിക്ക് കണ്ട കാര്യങ്ങളിൽ ഒരു വ്യക്തത തരണം. ചിലപ്പം ആ വ്യക്തിയെ നിങ്ങളുടെ ജീവിതത്തിൽ കണ്ടുമുട്ടാൻ പോകുന്ന ഏതെങ്കിലും ഒരു സാഹചര്യമായിരിക്കും ദൈവം അത് നമുക്ക് കാണിച്ചു തരുന്ന. നമ്മുടെ ബുദ്ധിക്കപ്പുറമായ കാര്യങ്ങളെ സ്പിരിച്വലിലൂടെ അതിനെ കൈകാര്യം ചെയ്യുവാൻ കർത്താവ് നമുക്ക് കാണിച്ചു തരും. അപ്പം ഈ ദിവസങ്ങളിൽ കാണാത്ത വ്യക്തികളുടെ മുഖം കാണുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അവർക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കാൻ ദൈവം നമുക്ക് നിയോഗം തരും. 2, നമ്മുടെ മുമ്പിൽ അവർ വരും, അതിന് മുമ്പ് ആ വ്യക്തിയെപ്പറ്റി ചില കാര്യങ്ങളെ ദൈവം നമുക്ക് വെളിപ്പെടുത്തും. അപ്പം ഇത് പലർക്കും ഒത്തിരി അനുഭവങ്ങളുണ്ട്, ഞാൻ പലവട്ടം ഇത് പറഞ്ഞിട്ടുള്ളതാണ്, പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള കാഴ്ചകൾ കാണുമ്പോൾ, അവരുടെ ദർശനങ്ങൾ കാണുമ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യണം, കർത്താവെ എനിക്ക് ഇതിൻ്റെ അകത്ത് കൂടുതൽ എന്നെ കാണിച്ചു തരണം എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കണം. തീർച്ചയായിട്ടും സിസ്റ്ററോട് ഞാൻ പറയുന്നു, അത് പ്രാർത്ഥിക്കേണ്ട. കർത്താവ്, ഈ കാണുന്ന വ്യക്തികൾക്ക് വേണ്ടി ഞാൻ എന്താണ് ചെയ്യുക, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, ഞാൻ ഇവർക്ക് വേണ്ടി ബ്ലസ് ചെയ്യുന്നു. ഇവരെന്താണ് എൻ്റെ ജീവിതത്തിൽ, എന്താണ് എനിക്ക് സംഭവിക്കുന്നത്, ഞാൻ എന്താണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ചെയ്യേണ്ടതെന്നുള്ളത് കൂടുതൽ എനിക്ക് വ്യക്തമാക്കി തരണം. ചിലപ്പോൾ സ്വപ്നത്തിലൂടെ ആയിരിക്കും, ദർശനങ്ങളിലൂടെ ആയിരിക്കാം, ചിലപ്പോൾ നമ്മുടെ മനസ്സിലേക്കുള്ള കാര്യങ്ങൾ വരും. അപ്പോൾ അതെല്ലാം കഴിവെങ്കിൽ ഇത് എഴുതി നോട്ട് ചെയ്യണം. ഞാനിത് പറയുന്നതിൻ്റെ കാരണം ഇങ്ങനെ സംഭവിക്കും. ആമേൻ. ഞങ്ങളോട് എപ്പോഴും ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്, നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം. കാരണം വെച്ചാൽ കർത്താവ് ഈ ഒരു കൂട്ടായ്മയിൽ ഇതിൻ്റെ അകത്തൊരു പ്രത്യേകതയുണ്ട്. പരിശുദ്ധാത്മാവ് നമ്മളെ സ്പർശിക്കുന്നത് കൊണ്ട് നമുക്ക് പലതും കാണാൻ പറ്റും, പലതും കേൾക്കാൻ പറ്റും, നമുക്ക് പല എക്സ്പീരിയൻസുകൾ ഉണ്ടാകും, ദൂതന്മാരുടെ വിസിറ്റിങ്ങുകൾ ഉണ്ടാകും, നമ്മൾ പോലും അറിയാത്ത ചില സ്പർശനങ്ങൾ നമുക്കുണ്ട്. വളരെ ശ്രദ്ധിച്ചു ഇരിക്കുക. കാര്യം എനിക്കറിയാം, അങ്ങനെ ചില അനുഭവങ്ങളിലൂടെ ഞാൻ കടന്നു പോകേണ്ട, എനിക്കറിയാം നിങ്ങൾക്കും അത് സംഭവം. കാര്യം നമ്മൾ കേൾക്കുന്നതും പറയുന്നതും അത്തരം കാര്യങ്ങളാണ്. സ്പിരിച്വൽ അറ്റ്മോസ്ഫിയറിനെ പറ്റി നമ്മൾ കേൾക്കുന്നത്. അപ്പോൾ ഭൗതികമായി, മാനുഷികമായ തലത്തിൽ മനുഷ്യനെ കാണും, കടകൾ കാണും, മനുഷ്യൻ്റെ പ്രവൃത്തികൾ കാണുമെങ്കിൽ ആത്മീയ തലത്തിൽ നമുക്ക് കാണാൻ പറ്റും. ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ലൈഫിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെയും നമ്മുടെ ജീവിതത്തിൽ സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യങ്ങളെയും നമുക്ക് അനുഭവിക്കുവാൻ, എക്സ്പീരിയൻസ് ചെയ്യുവാൻ കഴിയും. മുന്നോട്ട് നമുക്ക് അതിനെപ്പറ്റിയൊക്കെ പറഞ്ഞത് ഇടയ്ക്കിടയ്ക്ക് ഞാനത് പറഞ്ഞു പോകുന്നുണ്ട്. അങ്ങനെ ഒരു നിയോഗം വരുമ്പോൾ ഞാനത് ക്ലിയർ ആയിട്ട് നിങ്ങളോട് പറയുന്നതായിരിക്കും. കർത്താവ് അനുഗ്രഹിക്കട്ടെ. മറ്റാരെങ്കിലും അല്ല, ഇതിന്റെ കൂടെ ഞാൻ വേറെ കൂടെ പറയട്ടെ ബ്രദറെ. അതായത് ഇപ്പൊ ബ്രദർ പറഞ്ഞ കാര്യങ്ങൾ അല്ല, പുതിയ ആൾക്കാരുള്ളത് കൊണ്ട് ഞാൻ ഒന്ന് പറയാം. കാര്യം എല്ലാവരും കേൾക്കാൻ വേണ്ടി പറയുകയാണ്. ഈ ബ്രദർ പറഞ്ഞ പ്രവചനത്തിന്റെ, എന്റെ ജീവിതത്തിൽ ബ്രദർ പറഞ്ഞ പ്രവചനങ്ങൾ 100% അതുപോലെ തന്നെ സംഭവിച്ചിട്ടുണ്ട്. പ്രവചനം നിങ്ങൾ കേൾക്കുക, പ്രവചനം നടന്നുപോയ കാര്യങ്ങളല്ല പറയുന്നത്, നടക്കാനിരിക്കുന്ന കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. വ്യക്തമായിട്ട് എനിക്ക് വ്യക്തമായ ബോധ്യത്തോടു കൂടി എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. അതുപോലെ തന്നെ ഇപ്പോൾ പറഞ്ഞ വിസിറ്റേഷൻ എന്നുള്ള കാര്യങ്ങൾ അറിയാത്ത പലരും ഈ ഗ്രൂപ്പിലുണ്ട്. കാര്യം മറ്റും പല ആരാധന രീതികളിൽ നിന്നും കടന്നു വന്നവരായതുകൊണ്ട് വിസിറ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുറച്ചുകൂടി വ്യക്തത ബ്രദർ വെച്ച് തരുന്നതായിരിക്കും. എങ്കിലും ഞാൻ ഒന്നുകൂടി പറയാം, നിങ്ങൾ ദൈവികമായിട്ടുള്ള ചില സാന്നിധ്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവും, അനുഭവങ്ങൾ ഉണ്ടാവും. എനിക്കിതുവരെ ഉണ്ടായിട്ടില്ല, വ്യക്തമായി ഞാൻ തുറന്നു പറയാം, എനിക്കുണ്ടായിട്ടില്ല. പക്ഷെ എൻ്റെ മകൾക്കുണ്ടായിട്ടുണ്ട്, അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്, സ്പർശനം ഉണ്ടായിട്ടുണ്ട്. ഈ ബ്രദറിന് കിട്ടുന്ന പോലെ തന്നെ മെസ്സേജുകൾ കിട്ടാറുണ്ട്. ഞാൻ എൻ്റെ ജീവിതത്തിൽ വളരെയധികം നന്നായി പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എനിക്ക് അത്രമാത്രം കർത്താവിൽ വിശ്വാസമുള്ളതാണ്. ഞാൻ യഥാർത്ഥ വിശ്വാസത്തിലേക്ക് കടന്നു വന്നപ്പോഴും അതിനു മുമ്പ് ഞാൻ ഒരുപാട് വർഷങ്ങൾ, 41 വർഷത്തോളം ഞാൻ മറ്റൊരു വിശ്വാസത്തിലായിരുന്നപ്പോൾ പോലും, വിശ്വാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിസ്തീയ വിശ്വാസം തന്നെ, പക്ഷെ വേറൊരു വിശ്വാസത്തിലായിരുന്നപ്പോൾ യഥാർത്ഥ വിശ്വാസത്തിലേക്ക് കടന്നു വന്നപ്പോൾ പോലും ഞാൻ എൻ്റെ വിശ്വാസത്തെ ഞാൻ കൈവിട്ടിട്ടില്ല. ഞാൻ 100% കാര്യം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ബ്രദർ പറഞ്ഞ ചില കാര്യങ്ങൾ ഞാൻ ഈ സമയത്ത് ഞാൻ കൂട്ടിച്ചേർക്കാൻ ആഗ്രഹിക്കുകയാണ്. അതായത് വേറൊന്നുമല്ല,
ഈ മരുന്ന് കിട്ടാതെ ഒരു അവസ്ഥയിൽ നമ്മൾ എന്ത് ചെയ്യും എന്ന് പറയുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു. ആ ഒരു കാര്യം ഞാൻ എൻ്റെ ജീവിതത്തിൽ ഞാൻ കൂട്ടിച്ചേർക്കാൻ ആഗ്രഹിക്കും. മരുന്ന് കിട്ടാത്ത ഒരു സ്ഥലത്തേക്ക് എനിക്ക് പോകേണ്ടി വന്നാലോ, വിദേശ രാജ്യങ്ങളിലേക്ക് എനിക്ക് പോകേണ്ടി വന്നു കഴിഞ്ഞാൽ അപ്പോൾ ഉള്ള എൻ്റെ ജീവിതത്തിലേക്ക് വേണ്ടി ഇപ്പോൾ തന്നെ എൻ്റെ ശരീരത്തെ കർത്താവ് ഒരുക്കാൻ വേണ്ടി എന്നെ പ്രാപ്തനാക്കിയത് കൊണ്ടാണ് എന്ന് ഞാൻ കരുതുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പൊ മരുന്ന് കഴിക്കാതെ ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് 5 മാസത്തിലേറെ. അപ്പൊ ഇതുപോലെ തന്നെ ഈ ഞാനും ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത് ഇതുപോലെ തന്നെ വിസിറ്റേഷൻ ഉണ്ടാവണം, അല്ലെങ്കിൽ സ്പർശനം ഉണ്ടാവണം, മെസ്സേജസ് ഉണ്ടാവണം എന്ന് ഞാനും അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു. അതേ അനുഭവങ്ങൾ നിങ്ങൾ ഇവിടെ വന്നിരിക്കുന്ന ഓരോ വ്യക്തിക്കും ഉണ്ടാവട്ടെ. വ്യക്തികൾ നമ്മൾ അത്ഭുതങ്ങളുടെ ഒരു കൂട്ടം. ആമേൻ. ആമേൻ. തീർച്ചയായിട്ടും ബ്രദർ പറഞ്ഞ പോലെ തന്നെ ഞാനത് കൂടുതൽ നിങ്ങളുടെ എക്സ്പീരിയൻസുകൾ കൂടുതലും നമ്മൾ മുന്നോട്ടുള്ള സമയങ്ങളിൽ ദൈവാത്മാവ് അങ്ങനെ ഒരു നിയോഗം തരുമ്പോഴാണ് ഞാനത് പറയുന്നത്. അപ്പം ഞാൻ ഈ പറയാൻ കാരണം അങ്ങനെ ദർശനങ്ങൾ ആളുകൾ കാണുന്നുള്ളത് കൊണ്ടാണ്. ഒത്തിരി ആളുകൾ എനിക്ക് വാട്സാപ്പിൽ അയക്കാറുണ്ട്, ബ്രദറെ ആ പ്രാർത്ഥനയ്ക്ക് ശേഷം ആ കൂട്ടായ്മയ്ക്ക് ശേഷം പലതും എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്. അതായത് എൻ്റെ ഭാവിയിൽ അല്ലെങ്കിൽ മാസങ്ങൾക്ക് മുമ്പ് ദിവസങ്ങൾക്ക് മുമ്പ് വരാൻ പോകുന്ന കാര്യങ്ങൾ എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്, സ്വപ്നത്തിലൂടെ കേൾക്കാൻ പറ്റുന്നുണ്ട്, ദർശനങ്ങൾ കാണാൻ പറ്റുന്നുണ്ട്. പലരും ഇങ്ങനെ അയക്കുന്നതുകൊണ്ടാണ് ഞാൻ എല്ലാവർക്കും കൂടെ ഒരുമിച്ചാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾക്ക് സ്പിരിച്വലി നമ്മൾ ഈ കേൾക്കുന്ന വചനങ്ങൾ നമ്മുടെ സ്പിരിറ്റുമായിട്ട് കണക്റ്റ് ആകുകയും ഇപ്പം ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയത്ത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ ആ സഹോദരിയുടെ സാക്ഷ്യം കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ, ഇന്ന ആള് നിമിത്തം ആ സഹോദരി ഇന്നുണ്ടെന്ന് എനിക്ക് അറിയത്തില്ല, ജയശ്രീ എന്ന് പറഞ്ഞ സഹോദരിയെ പറ്റി നമ്മൾ ഇന്നലെ കേട്ട് ഓർക്കുന്നുണ്ടോ? ആ സഹോദരിയുടെ വേറൊരു സഹോദരി പറഞ്ഞ വാക്ക് നിമിത്തം ആ സഹോദരിയുടെ പേര് ആ വ്യക്തി. അപ്പൊ എനിക്ക് അദ്ദേഹം ആ സഹോദരി കൊല്ലത്തിരുന്നുകൊണ്ട് എങ്ങനെയോ യൂട്യൂബിൽ അങ്ങനെ സ്ക്രോൾ ചെയ്ത് പോയപ്പോൾ ഒരു കണക്ഷനും ഇല്ല. നോക്കിയപ്പോൾ സഹോദരിയാണ് ആ വിഷയത്തിൽ ആ വാക്ക് നിമിത്തം ഭാരപ്പെട്ട് സങ്കടപ്പെട്ട് തകർന്നിരിക്കുക. ഞാൻ ചോദിച്ചോട്ടെ, എങ്ങനെ അത് മനസ്സിലായി? 2, നമ്മളിപ്പോൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് തന്നെ നമ്മുടെ പ്രാർത്ഥനയെ തന്നെ കാണാൻ പറ്റും. പല കാര്യങ്ങൾ കർത്താവ് വെളിപ്പെടുത്തുന്നു, വ്യക്തികളെ, അടയാളങ്ങളെ, കാര്യങ്ങളെ. അങ്ങനെ എൻ്റെ ജീവിതത്തിൽ ഈ സൂമിൽ മാത്രം, മീറ്റിങ്ങിൽ മാത്രമല്ല, പുറത്തും നടക്കുന്ന എക്സ്പീരിയൻസുകൾ. ഞാൻ പറയുന്നത് ഞാനെന്ന വ്യക്തിയല്ല, പരിശുദ്ധാത്മാവ് നിങ്ങളെയും അങ്ങനെ പ്രാഗൽഭ്യമാക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. ഞാൻ ഇനിയും ആഗ്രഹിക്കുന്നു, ഇനിയും ഞാൻ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. നിങ്ങൾക്കും ആ എക്സ്പീരിയൻസ് ഉണ്ടാകും. കാര്യം യേശു നമുക്ക് വേണ്ടി തന്നതാ ഇതെല്ലാം. ഈ സൂപ്പർ നാച്ചുറൽ എക്സ്പീരിയൻസുകൾ ഇതെല്ലാം ദൂതന്മാർ നമുക്ക് കാണാൻ പറ്റും. നമ്മൾ ചിന്തിക്കും ഗബ്രിയേലും മിഖായേലും ഈ ദൂതന്മാരും ഒക്കെ നമുക്ക് കിട്ടാക്കനെ. അല്ലല്ല, ഇവരെല്ലാം നമുക്ക് ചുറ്റുമുണ്ട്. ഇവരെല്ലാം നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. കോടാനുകോടി ദൂതന്മാർ. അതുകൊണ്ടാണ് വചനം പറഞ്ഞത് എൻ്റെ കാല് കല്ലിൽ തട്ടി പോകാതിരിക്കേണ്ടത്. പിശാചിനും അറിയാം. പിശാച് ആ വചനവുമായിട്ട് യേശുവിലേക്ക് വരുന്നുണ്ട്. ദൈവം പറഞ്ഞിട്ടുണ്ടല്ലോ, നിന്റെ കാല് കല്ലിൽ തട്ടി പോകാതിരിക്കേണ്ടതിന് നിന്റെ ദൂതന്മാരോട് കൽപ്പിച്ചിരിക്കുന്നു. അതിന്റെ അർത്ഥം ദൂതന്മാര് എൻ്റെ കൂടെ ഉണ്ടെന്നല്ലേ ബൈബിൾ പറയുന്നത്? ആണോ? ഉണ്ട്. അങ്ങനെങ്കിൽ ആ ദൂതന്മാരെ, എന്നെ വീഴാതെ വണ്ണം സൂക്ഷിക്കുന്ന ദൂതന്മാരെ എനിക്ക് കാണാൻ പറ്റും. കാണാൻ പറ്റുന്ന തടസ്സം എന്നാന്ന് ചോദിച്ചാൽ പാപമായിരുന്നു. പക്ഷെ യേശു ആ തടസ്സത്തെ മാറ്റി. പക്ഷെ ഈ ഒരു സ്പിരിച്വൽ സ്പാർക്ക് ഉണ്ട് നമ്മുടെ ലൈഫിൽ. ആ സ്പാർക്ക് സംഭവിക്കുമ്പോൾ, ഇപ്പോഴും ഒരു സ്പാർക്ക് സംഭവിക്കുമ്പോൾ നിങ്ങൾക്കത് കാണാൻ പറ്റും. വ്യക്തമായി എക്സ്പീരിയൻസുകൾ ഉണ്ടാവും. എനിക്ക് 2012 ഇങ്ങനെ ഒരു സ്പാർക്ക് എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. അതുപോലെ എനിക്ക് ഇതുമായിട്ടൊരു ബന്ധവുമില്ല. ഒരു ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ചു വളർന്നുവെങ്കിലും ഒരു എക്സ്പീരിയൻസും എനിക്കില്ല. ഒരു വചനം പോലും കാണാൻ. ഇപ്പോൾ എല്ലാ ദിവസവും ഞാൻ നിങ്ങളോട് വചനം പറഞ്ഞിട്ടുണ്ട്. എല്ലാ ദിവസവും എനിക്ക് വന്നത് ഇപ്പോൾ 2 വർഷമായിട്ട് 2-3 വർഷമായിട്ട് തുടർച്ചയായിട്ട് പോയിക്കൊണ്ടിരിക്കുക. 3 വർഷം മേളിലാണ് എനിക്ക് വന്നത്. സൂമിൽ മാത്രം, അല്ലാതെ പുറത്തുണ്ട്. ദിവസവും വചനം പറയുന്നു. അങ്ങനെ ഒരു എക്സ്പീരിയൻസ് എനിക്ക് ഉണ്ടായിട്ടില്ല. പക്ഷെ 2012 ഇങ്ങനൊരു എക്സ്പീരിയൻസ്, ഒരു സ്പാർക്ക്, ഒരു സ്പർശനം ഉണ്ടാകുന്നത്. അന്ന് എനിക്കൊരു കാര്യം മനസ്സിലായി, ദൈവത്തിൻ്റെ ശക്തി നമ്മളെ തൊടും. നമുക്കത് എപ്പോഴാണ് അതാ പറഞ്ഞത്, നിങ്ങൾ കാത്തിരിക്കണം വലിയ പ്രതീക്ഷയോടെ. ഞാനത് പറയുകയാണ്, ഇങ്ങനെയുള്ള എക്സ്പീരിയൻസുകൾ ഉണ്ടാകും. പ്രതീക്ഷയോടെ ഇരിക്കണം. നമ്മുടെ സ്വപ്നങ്ങൾ, നമ്മുടെ ദർശനങ്ങൾ, നമ്മൾ വളരെ നിങ്ങൾ ഷാർപ്പായിരിക്കണം, ശ്രദ്ധിക്കണം. ദൈവം നമ്മളോട് സംസാരിക്കും, ദൂതന്മാരോട് നമ്മൾ സംസാരിക്കും. ദർശനങ്ങൾ, സ്വപ്നങ്ങൾ നമുക്ക് കാണാൻ പറ്റും. അത് നിങ്ങൾക്ക് വരും ദിവസങ്ങളിൽ കർത്താവിൻ്റെ നിയോഗം പോലെ ഒരു ദിവസം നമുക്കത് കേൾക്കാം. കൃപാവരങ്ങളൊക്കെ അതിൻ്റെ അകത്ത് വരുന്നതാണ്. ആ ദിവസങ്ങളിൽ നമുക്ക് ഏതെങ്കിലും ഒരു സമയത്ത് നമുക്കതും എക്സ്പീരിയൻസ് ഉണ്ടാകും. തീർച്ചയായിട്ടും നിങ്ങൾക്കും ഞാൻ ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾ പോലെ പറയാൻ നിങ്ങളിലേക്ക് അത് ഇമ്പാർട്ടേഷൻ ഉണ്ടാകുന്നുണ്ട്, വലിയൊരു പകർച്ച ഉണ്ടാകുന്നുണ്ട്. എനിക്കറിയാൻ പറ്റുന്നുള്ളത്. അതുകൊണ്ടാണ് പലർക്കും അത് കാണാൻ പറ്റുന്നത്. ഇതുവരെ കാണാത്ത പലരും പറയും, ബ്രദറെ എനിക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ മുതൽ അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായി, എനിക്ക് പലതും ഇപ്പോൾ കാണാൻ പറ്റുന്നുണ്ട്. ഒത്തിരി ആൾക്കാർ അങ്ങനെ വാട്സാപ്പിലയക്കും. ഏതോ ഒരു സമയത്ത് ആരിലേക്കോ ഏതോ ഒരു പ്രത്യേക ടൈമിൽ അല്ലെങ്കിൽ ഒരു പ്രത്യേക സമയമൊന്നും ഞാൻ പറയുന്നില്ല, ദൈവമാണത് ചെയ്യുന്നത്. ആ സ്പാർക്ക് അപ്പോൾ നിങ്ങളും പ്രതീക്ഷയോടെ ഇരിക്കും, കർത്താവ് എനിക്കും വേണം. അത് ആഗ്രഹത്തോടെ, പ്രതീക്ഷയോടെ. ബൈബിൾ പൗലോസ്ലീഹ പറഞ്ഞു, നിങ്ങൾ വാഞ്ചിപ്പിനെന്നാണ് പറഞ്ഞത്. നിങ്ങൾ അതിനെ ആഗ്രഹത്തോടെ കാത്തിരിക്കണം. ദൈവം അത് ചെയ്യും. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. മറ്റാരും ഇല്ലാന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്ക് ഒരുമിച്ച് വിശ്വാസ പ്രഖ്യാപനം.
ഈ സത്യദൈവത്തെ അറിഞ്ഞു സത്യദൈവത്തെ സത്യത്തിലും ആത്മാവിലും ആരാധിച്ച ആ സമയം മുതൽ ഞാൻ കുറച്ച് നാളെ ആയിട്ടുള്ളൂ അങ്ങനെ ആയി കഴിഞ്ഞിട്ട് എനിക്ക് പരിശുദ്ധാത്മാവിന്റെ ഒരു നടന്നിട്ട് എപ്പോഴും കൂടെ ഉണ്ട്. അപ്പൊ ഞാൻ ഇങ്ങനെ ദർശനത്തെ പറ്റി പറഞ്ഞല്ലോ. അപ്പൊ ഞാൻ ഈ കഴിഞ്ഞ ഒരു 2 ദിവസം മുമ്പ് ഒരു ദർശനമുണ്ട്. ഞാനൊരു കറുത്ത കാറിനകത്ത് മുന്നോട്ട് പോകുമ്പോൾ തടസ്സങ്ങളും ആ റോഡിൽ മൊത്തം ഇങ്ങനെ മരങ്ങൾ നിന്ന് കിടക്കുന്നു. പക്ഷെ ഞാൻ എൻ്റെ കാർ മുന്നോട്ട് പോകുമ്പോൾ മരങ്ങൾ മൊത്തം 2 സൈഡിലോട്ട് മാറിപ്പോകുന്നതായിട്ടും 2 സൈഡിലും ആൾക്കാരിൽ നിന്ന് ഇങ്ങനെ എന്താ പറയുക സ്തുതി പറയുന്നതായിട്ട് ഒരു ദർശനമുണ്ട് ബ്രദറെ. എനിക്കറിയത്തില്ല എന്താണ്. അമ്മേ തീർച്ചയായിട്ടും ഞാനിത് കഴിഞ്ഞ ദിവസം ബ്രദറിനോട് പറഞ്ഞായിരുന്നു. അതിൻ്റെ വ്യാഖ്യാനങ്ങൾ ഓർമ്മയുണ്ടെന്ന് എനിക്ക് അറിയത്തില്ല. കഴിഞ്ഞ ദിവസം ഞാനത് പറഞ്ഞിരുന്നു. അതെ തീർച്ചയായിട്ടും അതൊരു നമുക്ക് ദൈവിക ഒരു പ്രൊട്ടക്ഷനെ കാണിക്കുന്നതാണ്. ദൈവികമായ പ്രൊട്ടക്ഷനെ നമ്മുടെ ജീവിതത്തിൽ വരാൻ പോകുന്ന അനർത്ഥത്തിൽ നിന്നും ദൈവം നമ്മെ വിടുവിക്കുന്ന ചില കാര്യങ്ങളാണ് കർത്താവ് ചിലപ്പോൾ നമുക്ക് ദർശനങ്ങളിൽ കാണുന്നത്. അപ്പോൾ ഞാൻ എപ്പോഴും ദർശനങ്ങൾ നമ്മൾ കാണുമ്പോൾ നമ്മുടെ മനസ്സിൽ ഭയവും ഭാരങ്ങളും വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉടനെ ചെയ്യേണ്ടത് ഞാൻ യേശുവിൻ്റെ നാമത്തിൽ എല്ലാ അനർത്ഥങ്ങളെയും ബ്രേക്ക് ചെയ്യുന്നെന്ന് പറയണം. നമ്മുടെ ഒരു ദർശനം കാണുമ്പോൾ ഭയങ്കര സന്തോഷവും നമ്മുടെ ഉള്ളിൽ വലിയൊരു സമാധാനം വരുന്നെങ്കിൽ കർത്താവെ ആ ദർശനത്തെ ആലോചനയെ ഞാൻ ആത്മാവിൽ സ്വീകരിക്കുന്നു എന്ന് പറയുകയും ചെയ്യണം. 2 കാര്യം ചെയ്യണം. ഒരു ദർശനം കാണുമ്പോൾ, ഒരു സ്വപ്നം കാണുമ്പോൾ നിങ്ങൾ അതിന് ഭാരവും ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി, അത് അനർത്ഥം നമ്മളതിനെ ബ്രേക്ക് ചെയ്യാൻ നമുക്ക് അധികാരം യേശു തന്നിട്ടുണ്ട്. നമുക്കതിനെ മാറ്റിവിടുവാൻ നമുക്കത് വചനത്തിലൂടെ തന്നെ വൈകുന്ന ദിവസങ്ങളിൽ അതിൻ്റെ കൺഫർമേഷൻ പോലെ നമുക്ക് സംസാരിക്കാം. അപ്പം നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാവും. എനിക്ക് തോന്നുന്നു ഈ ഒരു പോക്ക് നമ്മൾ ഹോളി സ്പിരിറ്റിലുള്ള ഈ ഒരു പോക്ക് കർത്താവ് അതിലേക്ക് കൊണ്ട് എത്തിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ഈ സമയത്ത് നമുക്ക് വിശ്വാസ പ്രഖ്യാപനങ്ങളെ വെറുതെ ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ. പലർക്കും ഉള്ള ധാരണ ഉള്ള ഒരു കാര്യമാണ് ഈ ഒരു കാര്യം. സീനിയർ ജൂനിയർ എന്നോ അതിൽ വലിപ്പ ചെറുപ്പങ്ങളില്ല. കർത്താവ് ആരെ അനുഗ്രഹിക്കണം എന്നുള്ളത് കർത്താവിന്റെ ഇഷ്ടമാണ്. നമ്മൾ ആഗ്രഹത്തോടുകൂടി ഇരിക്കുക. ചിലപ്പോൾ ഏറ്റവും പുതുതായിട്ട് ഇന്ന് വന്ന് ജോയിൻ ചെയ്യുന്ന ഒരു വ്യക്തിയായിരിക്കും കർത്താവ് ആദ്യം തുറന്നത്. അപ്പൊ അത് എല്ലാവരും ശ്രദ്ധയോടുകൂടി ഇരിക്കുക. ആ വിഷയം നമുക്ക് പ്രത്യേകിച്ച് പിന്നീട് സംസാരിക്കാം. നമുക്ക് അപ്പോഴേക്കും കുറച്ചും കൂടെ ക്ലാരിറ്റി വരും. അപ്പോൾ ഞാനെന്നാൽ കുഴപ്പം ഇപ്പം നമ്മൾ പറഞ്ഞു പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവും. നിങ്ങൾക്ക് ചിലപ്പോൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് ഇതാവും. ഇപ്പോൾ നമുക്കൊരു ദിവസം ആ വിഷയങ്ങളെപ്പറ്റി ദൈവാത്മാവിൽ ആശ്രയിച്ച് നമുക്ക് സംസാരിക്കാം. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ സ്പിരിച്വൽ എക്സ്പീരിയൻസ് ഉണ്ടാകും. ഇപ്പം നമ്മൾ പറയാൻ പോകുന്നത് ഒത്തിരി നീണ്ടു പോകും. അപ്പോൾ നമുക്ക് ടൈം നമുക്കറിയാം. നമ്മുടെ മുമ്പിൽ വളരെ കുറവാണ്. ഇപ്പം തന്നെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. പല ടൈമിൽ ആൾക്കാർ കയറുന്നുണ്ട്. ജോലിയിൽ നിന്ന് കയറുന്നവരുണ്ട്, പല രാജ്യത്തു നിന്ന് കയറുന്നവരുണ്ട്. ഞാൻ അതുകൊണ്ടാണ് സമയം എപ്പോഴും ശ്രദ്ധിക്കുന്നത്. അതുകൊണ്ട് കർത്താവ് അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഒരുമിച്ച് വിശ്വാസ പ്രഖ്യാപനങ്ങളെ ഏറ്റുപറയാം. സൗണ്ടുകളെ മ്യൂട്ട് ചെയ്താട്ടെ. നിങ്ങൾ ആയിരിക്കുന്ന സ്ഥലത്തിരുന്നുകൊണ്ട് കർത്താവ് എനിക്ക് തന്നതിനായി നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. എല്ലാവരും മ്യൂട്ട് ചെയ്ത്